ലോകത്തിൽ ഇപ്പോൾ ഏതാണ്ട് 735 കോടി മനുഷ്യരുണ്ട്. ഈ മനുഷ്യരിലൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ആ ഏക മനുഷ്യനെ കണ്ടെത്തിയ ആളാണ് വൈദ്യനായ ലൂക്കോസ്. ഏത് രോഗിയെ ചികിത്സിക്കാൻ വൈദ്യനായ ലൂക്കോസിന് അറിവുണ്ട്. പക്ഷേ ഏത് വൈദ്യനും കൈവിട്ടതിനെ സൗഖ്യമാക്കുന്ന യേശുവിനെ വൈദ്യനായ ലൂക്കോസ് കണ്ടെത്തി. അതാണ് ലൂക്കോസിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ആ ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി ഏതാണ്ട് 33-നും 35-നും ഇടയിലുള്ള വർഷത്തിൽ പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവർത്തികളായ ചരിത്രത്തെ രേഖപ്പെടുത്തിയ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അതും താനെ തൻ്റെ സ്നേഹിതനായ തെയോഫിലോസിന് എഴുതിയ രണ്ടാമത്തെ ചരിത്രമാണ്. അങ്ങനെ 2 ചരിത്രങ്ങൾ വൈദ്യനായ ഡോക്ടറായ ലൂക്കോസ് നമുക്ക് നൽകി. 1 യേശുക്രിസ്തുവിൻ്റെ ചരിത്രം, 2 പരിശുദ്ധാത്മാവിൻ്റെ ചരിത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും മറ്റു സുവിശേഷങ്ങളില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവെന്ന വിഷയത്തെ വളരെ ആധികാരികമായി ലൂക്കോസ് എഴുതിയിരിക്കുക. ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ 28 അധ്യായത്തിൽ ഏതാണ്ട് 50-ലധികം പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യത നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കന്യക മറിയാമിൻ്റെ ദൂതനോടുള്ള പ്രസിദ്ധമായ ചോദ്യം. ദൂതൻ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് സകല മനുഷ്യൻ്റെയും പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാനുള്ളതാകിയാൽ നീ അവനെ യേശു എന്ന് പേരിടണം. അപ്പം മറിയ ഒരു ചോദ്യം ചോദിച്ചു, ഞാനൊരു പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ജനിക്കുന്ന പ്രജ ഒരു വിശുദ്ധ പ്രജയായിരിക്കും. ഈ ഭൂമിയിൽ ഇന്നുവരെ ആകെ ഒരു വിശുദ്ധ പ്രജയെ ജനിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രജയും അശുദ്ധ പ്രജയാണ്. ഹലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് ഇവിടെ തിരുമേനി ഒന്നുമില്ല, എല്ലാം പുഴുമേനിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒറ്റ തിരുമേനിയേ ഉള്ളൂ. അത് ദ്രവത്വം കാണാതെ എടുക്കപ്പെട്ട യേശുവാ. സ്വതന്ത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. ആദാമ്യ രക്തത്തിൽ പിറന്നവരെല്ലാം പാപികളാണ്. അതിനിവിടെ വന്നൊരു പാപവും ചെയ്യണ്ട, ആ രക്തത്തിൽ പിറന്നാ മതി. അതുകൊണ്ടാണ് ഭക്തനായ ദാവീദ് പറഞ്ഞത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഉലകത്തിൽ ഏതൊരു മനുഷ്യനും ഗർഭസ്ഥ ശിശുവാകുന്നത് പാപത്തിലൂടെയാണ്. അവന്റെ മേൽ വ്യാപരിക്കുന്നത് പാപത്തിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാപമില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. അവനെക്കുറിച്ച് മാത്രമാണ് പുസ്തകം പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതി. ഇവിടെ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ, അത് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവൻ മറിയെ അപമാനിച്ചൊന്നുമല്ല സ്ത്രീ എന്ന് വിളിച്ച്. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് വിളിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ക്രൂശേ വെച്ചും പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അവിടെയൊക്കെ സ്ത്രീ എന്ന് പറഞ്ഞത് ഈ ഏതൻ മുതൽ മനുഷ്യനെ വഞ്ചിച്ച പിശാച് കേൾക്കണം, ഞാൻ തന്നെ ആടാ സ്ത്രീയുടെ സന്തതി. ഹലോ.
ഉൽപ്പത്തി 3:16 നിന്നോട് പറഞ്ഞില്ലേ തല തകർക്കുമെന്ന്? ആ സ്ത്രീയുടെ സന്തതി ഞാനാണെന്ന് യേശു തെളിയിക്കുകയാണ്. തൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭത്തെങ്കിലും തൻ്റെ കാൽവറിയിലെ അവസാന മരണത്തെങ്കിലും ആവർത്തിച്ച് മറിയെ സ്ത്രീ എന്ന് വിളിക്കുന്നത് ആ സ്ത്രീയുടെ സന്തതി ഞാൻ തന്നെയാണെന്ന് യേശു ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ മരണകാര്യങ്ങൾ തുടർമാനമായി പറഞ്ഞ് ശിഷ്യന്മാരുടെ ഹൃദയമെല്ലാം കലങ്ങി. നിങ്ങൾ ഇനിയും മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കത്തില്ല, നിങ്ങൾ ഇനിയും എന്നെ കാണത്തില്ല, ഞാൻ പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോവുകയാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരവനെ വിധിക്കും, വിസ്തരിക്കും, ക്രൂശിക്കും, കൊല്ലും, അവൻ കഷ്ടമനുഭവിക്കും, മരിച്ചടക്കപ്പെടും, 3-ാം നാൾ ഉയർക്കും. ഇങ്ങനെയുള്ള നിരന്തരമായ ദൂതുകൾ കേട്ട് ശിഷ്യന്മാരുടെ എല്ലാം മനസ്സ് വല്ലാതെ കലങ്ങി. ഈ സമയത്ത് ശിഷ്യന്മാരെ എല്ലാം അടുക്ക വിളിച്ച് കർത്താവ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോവാ. പിന്നെ അങ്ങോട്ടൊരു 15 വാഗ്ദത്തങ്ങൾ പറയുക. നിങ്ങൾ 14 അധ്യായം വീട്ടിൽ പോയി വായിക്കണം. വാഗ്ദത്തങ്ങളുടെ ഒരു പെരുമഴ 14-ാം അധ്യായത്തിൽ കർത്താവ് അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തതിന് ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഞാൻ പോയി മുൻപ് നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനോട് വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ വാങ്ങി അയച്ചു തരും. മുമ്പ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3.5 വർഷത്തിൽ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നെങ്കിലേ ആത്മാവിവിടെ വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെന്ന് പിതാവിനോട് വാങ്ങി ആത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചു തരും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നിട്ട് നിങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങണം. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റം മുഴുവൻ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. 33 വർഷത്തിനിടയിൽ ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന 69 പട്ടണങ്ങളിൽ 34 രാജ്യങ്ങളിൽ 3 ഭൂഖണ്ഡങ്ങളിൽ യന്ത്ര സംവിധാനമുള്ള വാഹനമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ സുവിശേഷം എത്തി. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. 69 പട്ടണങ്ങളിൽ 34 ലോക രാജ്യങ്ങളിൽ 3 ഭൂഖണ്ഡങ്ങളിൽ ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ 3 ഭൂഖണ്ഡങ്ങളിൽ കാൽനടയായും പാക്കപ്പലിലും ഈ സുവിശേഷം എത്തിയത് അവരുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവിൻ്റെ ശക്തിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് 33 വർഷമായിട്ടും ആരും ഇത് അറിയാതിരിക്കുന്നത് നമ്മുടെ മേൽ ആത്മശക്തി വരാഞ്ഞത് കൊണ്ടാണ്. ആത്മശക്തി വന്നാൽ നമ്മൾ ആരും ഇവിടെ ഇങ്ങനെ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മുടെ ലക്ഷ്യം വല്ല വിധേനയും ഒരുത്തൻ കൂടെ ഈ കൃപയിലേക്ക് വരണമെന്ന ഈ ദൂത് ഞാൻ കൈമാറുന്നത് ഇന്ന് രാത്രി നമ്മുടെ മേൽ പകർന്ന അഭിഷേകം മറ്റുള്ളവരിലേക്ക് ഈ രക്ഷയുടെ ദൂത് എത്തിക്കാൻ ദൈവം തന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ നിയോഗം ഇന്ന് രാത്രി ദൈവം തന്നാൽ ഞാനത് ചെയ്യുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രി നിങ്ങളുടെ മേൽ പകരുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഏറ്റവും കൊതിക്കണം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. ഇന്നലെ രാത്രി ഞാൻ നമ്മുടെ ജോയ് ബ്രദറിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ ചെന്നു. അവരിങ്ങനെ ആഹാരം ക്രമീകരിക്കുമ്പോൾ ആ മോൻ എൻ്റെ അടുക്ക് വന്നിട്ട് എൻ്റെ ചെവി ചോദിച്ചു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആ മോൻ എന്ത് ഇവിടെ ഉണ്ടോ? ഉണ്ടോന്ന് എഴുന്നേറ്റ് മോനെ.
എനിക്ക് ഒത്തിരി ഇഷ്ടം അവനോട് തോന്നി. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, ചോദിച്ചു മോനെ. അത് ഞാനാണ് പാസ്റ്ററുകളോട് ഇങ്ങനെ അഭിഷേകം എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം പറഞ്ഞത്. ഇന്ന് രാത്രി അത് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതെന്താ പാസ്റ്ററെ, കിട്ടുമോ? എനിക്ക് അവൻ്റെ ആ ദാഹം ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു, മോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അതിനിപ്പോൾ സഭായോഗം വേണമെന്നില്ല, PC ചെറിയ പ്രസംഗിക്കണമെന്നില്ല, ബ്ലസം പാസ്റ്റർ പ്രസംഗം. നിൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിച്ച് നീ കിടന്ന് ഉറങ്ങുമ്പോഴായാലും ആത്മാവിനെ പകരാൻ ദൈവത്തെ കൊണ്ട് കഴിയും. എത്ര പേര് നിന്റെ അകത്തൊരു ആഗ്രഹവും ദാഹം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് സംഭവിക്കുമെന്ന് ഒന്ന് വിശ്വസിച്ച കരം ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഈ രാത്രി ഒന്ന് ആരാധിച്ചേ. അല്ലെ, കൊതിക്കുന്ന ദാഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു അഭിഷേകം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. 4-ാമത്തെ വാക്യം എന്തായിരുന്നു? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അങ്ങനെയുള്ള നമ്മുടെ ഒരു സഭയെക്കുറിച്ച് നമ്മളൊന്ന് ഭാവന കണ്ടേ. ഈ സഭയിരിക്കുന്ന മുഴുവൻ പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരും ഹലോ പ്രൈസറോ. അതിനകത്ത് ഒരാളെ മാറ്റിയിരുത്താൻ ദൈവത്തിന് ആഗ്രഹമില്ല. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്കുച്ചരിപ്പാൻ ദൈവം നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചില സഭകൾ പഠിപ്പിക്കുന്നത് അന്യഭാഷ നിന്നുപോയി, അന്യഭാഷ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അവർക്ക് നിന്ന് പോയെന്നുള്ളത് ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പേര് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഇന്ന് രാത്രി തരാൻ കർത്താവ് മതിയായവനാ. നിങ്ങൾ 4-ാം അധ്യായം 31 വായിച്ച്. 4:31 അപ്പോസ്തല പ്രവൃത്തി തന്നെ 4:31. ആ ആ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഒരല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആരുടെ തലയെ കൈവച്ചില്ല. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ഇവന്റെ പിന്നെ ഇറങ്ങി വരട്ടെന്ന് പറഞ്ഞില്ല. ഇവന്റെ നാവിന്റെ കെട്ടഴിയട്ടെന്ന് പറഞ്ഞില്ല. വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടവരുടെ മേൽ, അവരെല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന സ്ഥലം കുലുക്കാൻ ആത്മാവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിശ്വസിച്ചേ. സ്വർഗം അതങ്ങനെ ചെയ്യും. ചലനാത്മകമായൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി എൻ്റെ ഈ ബലഹീനമായ മൺകൂടാരത്തിൽ ദൈവം പകരുമെന്ന് നീ ആരുമായിട്ടൊന്ന് വിശ്വസിച്ചേ. കർത്താവ് ഇന്ന് രാത്രി അങ്ങനെ നിറയ്ക്കാൻ മതിയായവനാ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത 7:55 ഒന്ന് വായിച്ച്. 7:55. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഞാൻ വിവരിക്കാം. 8:39 വായിച്ചേ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. മതി. ഇനി അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? വായിച്ചു. അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സു വെച്ചത് എന്ത്? മനുഷ്യരോടല്ല,
ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്കു കേട്ടിട്ട് അനന്യാസ് വീണു പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇനി ഇവിടെ 3 വ്യത്യസ്തമായ ഭാഗങ്ങൾ ഒത്തിരി വിവരിക്കേണ്ടതാണ്. ഞാൻ വേഗത്തിൽ പറയാൻ വേണ്ടി പെട്ടെന്ന് പറയാം. 1, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. കല്ലേറ് കൊള്ളുമ്പോൾ സ്തേഫാനോസ് എറിയുന്നവരെ നോക്കിയില്ല, വരുന്ന കല്ല് നോക്കിയില്ല. എങ്ങോട്ട് നോക്കി? മുകളിലേക്ക് നോക്കി. നോക്കിയപ്പോൾ അവന് വേണ്ടി സ്വർഗം അങ്ങ് തുറന്നു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ നിൽക്കുന്നത് അവൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുത്രനെ സ്വർഗത്തിൽ ചെന്നിട്ട് പിതാവ് ഇരുത്തിയേക്കുവാണേ. ഒടുവിലത്തെ ശത്രുവിനെയും ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് പറഞ്ഞ് പുത്രനെ പിതാവ് എന്ത് ഇരിക്കുക? ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും. ഇവിടെയാണോ എല്ലാവരും? അതീവ ഗൗരവമുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരിക. ഞാൻ ഇത് ശാന്തമായിട്ട് പറയുന്നത് എല്ലാവർക്കും ഇത് മനസ്സിലാകണം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ ദൗത്യം പൂർത്തീകരിച്ചു. ഭൂമിയിലെ ദൗത്യം എന്തായിരുന്നു? മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. ആ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു പറഞ്ഞ് പിതാവെ നിവൃത്തിയായി, എന്നെ പരമേൽപ്പിച്ച ദൗത്യം നിവൃത്തിയായി. ഇനി മുമ്പുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരിച്ചെടുക്കണം. അങ്ങനെ സ്വർഗത്തിൽ ചെന്നവൻ പറഞ്ഞു, നിന്റെ അവസാനത്തെ ശത്രുവിനെ ഞാൻ നിന്റെ പാദപീഠമാക്കോളം, നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. അപ്പോൾ പിതാവ് ഇരിക്കുന്നു, വലതുഭാഗത്ത് ആരിയ്ക്കുന്നു? പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നു. പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റു. എപ്പോഴ്? തൻ്റെ ആത്മാവിനാൽ ശുശ്രൂഷ ചെയ്ത സ്തേഫാനോസ് എന്ന ഭക്തനെ എറിഞ്ഞു കൊല്ലുന്നത് കണ്ടപ്പോൾ പുത്രൻ ഇരുന്നില്ല, പുത്രൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് എഴുന്നേറ്റ് നിന്ന വ്യത്യസ്തമായ സമയങ്ങളുണ്ട്. എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ചെങ്കടൽ വഴിയായി വന്നു. സ്ഥിരം പോകുന്നൊരു വഴി അവർക്കുണ്ട്. മിസ്രൈമിലോട്ട് വരാനും മിസ്രൈമിൽ നിന്ന് പോകാനും ഉപയോഗിക്കുന്ന സ്ഥിരം വഴിയുണ്ട്. ആ വഴി പുരാതനമായ വഴിയാണ്. ആ വഴിയെ കൂടാണ് ഫറവോൻ യോസഫിനെ കൊണ്ടുപോയി, പൊത്തിപ്പേർ യോസഫിനെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആ വഴിയെ കൂടാണ് യോസഫിൻ്റെ സഹോദരന്മാർ കഴുതപ്പുറത്ത് ഈ ധാന്യങ്ങൾ വാങ്ങാൻ വന്നതും തിരിച്ചു പോയതും. ആ വഴിയെ കൂടി ഇവർക്ക് വേണമെങ്കിൽ കനാനിൽ പോകാം. അത് കനാൻ ടു ഈജിപ്തിലേക്കുള്ള ഡയറക്റ്റ് വഴിയാണ്, ചെറിയ വഴിയല്ല. ഫറവോൻ്റെ രഥം പോകുന്ന വഴിയാണ്. ഫറവോൻ്റെ രഥം പോകുന്ന വഴിക്കാണ് രാജവീതി എന്ന് പറയുന്നത്. രാജവീതിക്കാണ് നമ്മൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്തെ ഈജിപ്റ്റ് ടു കനാനുള്ള ഹൈവേ ആണ് ഈ റോഡ്. ആ റോട്ടിൽ കൂടെ വിടാതെ ജനത്തെ വേറൊരു റൂട്ടിൽ കൂടെ കൊണ്ടുവന്ന് കർത്താവ് ചെങ്കടൽ നിർത്തി. കാരണം ഭൂമിയിലെ ചെങ്കടലിനകത്ത് ഏറ്റവും ആഴമുള്ള സ്ഥലം അവിടെ. ഈ ഫറവോന്റെ 600 രഥവും ആ 600 രഥത്തെ കെട്ടിയ മുഴുവൻ കുതിരയും പിന്നെ അതിൻ്റെ കുതിരച്ചവരെല്ലാം കൂടെ താണാലും മേളി കാണാത്ത പരുവത്തിൽ താക്കണം. അതിന് പറ്റിയ കുഴി കൂടെ വേണം വഴി വെട്ടാൻ. വേണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ തൻ്റെ ജനത്തെ പീഡിപ്പിച്ച വ്യാപാരത്തെ മുഴുവനും കൂടെ ഒന്നിച്ചു കുഴിച്ചു മൂടാൻ പറ്റിയ സ്ഥലത്ത് വന്നപ്പോഴാണ് കർത്താവ് കരം നീട്ടാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും പൊങ്ങി വരാത്ത മണ്ഡലത്തിലാണ് ദൈവം അവരെ താത്തത്. അവരെ താണ പുറകെ, അവര് നടന്നു പോയ പുറകെ ഈ പുറകിലത്തെ മേഘം മാറ്റി. മേഘം മാറ്റിയപ്പോൾ ഫറവോനും സൈന്യം കൂടെ ഓടി വന്ന് ഈ റോഡിൽ കയറി. ഈ റോഡ് തികച്ചും പ്രൈവറ്റ് വഴിയാണ്. ഹലോ, നമ്മുടെ ചില വീടിൻ്റെ പടിക്കില്ലേ പ്രൈവറ്റ് റോഡാണ്, മറ്റാരും വണ്ടി, നമ്മൾ ആ ഡ്രൈവേ കയറി വണ്ടി തിരിച്ചാൽ അവന് വേണേൽ വെടിവെക്കാം. അവിടെ കയറാതെ തന്നെ ഇവിടെയൊക്കെ വെടിവെച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം അങ്ങനെ ഉള്ള പ്രൈവറ്റ് വഴി, ഇത് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മാറ്റിക്കെട്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തളി ആചരിച്ചവർക്ക് മാത്രം പോകാൻ തമ്പുരാൻ തുറന്ന വഴിയാണ്. ആ വഴിയെ ഒരു പിശാചും അനുഗമിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ഇവൻ ഇങ്ങനെ നടുക്ക് വന്നു, അങ്ങനെ എഴുതിയേക്കുന്നത്. അവർ നടുവിൽ വന്നപ്പോൾ പ്രഭാതയാമമായി. രാത്രിയിൽ തുറന്ന വഴി
ഇസ്രായേൽ അക്കരെ കടന്നു. അപ്പോൾ പ്രഭാതയാമമായപ്പോൾ ഫറവോനും കൂട്ടരും നടുവിൽ വന്നു. ഉടനെ പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം ആ മധ്യാകാശത്തോട്ട് ഇറങ്ങിയിട്ട് ആ തേജസ്സിന്റെ പ്രഭയിൽ നിന്നുകൊണ്ട് ഇവനെ ഒരൊറ്റ നോട്ടവും ഇവന്റെ മുന്നോട്ട് പോയ രഥമെല്ലാം കൂടി ഇങ്ങോട്ടൊരൊറ്റ കറക്കം, രഥചക്രങ്ങളുടെ കറക്കം തെറ്റിയെന്ന സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് പോയ രഥത്തിന്റെ എല്ലാം കൂടെ 1600 രഥത്തിന്റെ 1200 ചക്രം ഒന്നിച്ച് കറങ്ങിയപ്പം കുഴി ഒന്നുകൂടെ വലുതായി. നമ്മുടെയൊക്കെ റോഡിൽ പോകുന്ന വണ്ടി ടെലിഫോണിനൊക്കെ കുടിച്ച കുഴിക്കകത്ത് വീഴുമ്പം നമ്മളത് അറിയാതെ ആക്സിഡൻറ്റ് കാല് കൊടുക്കുമ്പോൾ ആ ഒരു വീല് തന്നെ കിടന്ന് കറങ്ങത്തില്ലേ? കറങ്ങുമ്പോൾ അത് പിന്നെയും കുഴിയാകത്തില്ലേ? പിന്നെ നാട്ടുകാർ വന്ന് തിള്ളിക്കയറ്റണ്ടേ? സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ഇവന്റെ മൊത്തം രഥവും കൂടെ ഒന്നിച്ച് കറങ്ങിയപ്പോൾ ഉണ്ടായ കുഴിക്കകത്ത് ഇവനെ അങ്ങ് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, ഇനി തിരിച്ച് കൈ നീട്ടാൻ പറഞ്ഞു. തിരിച്ച് കൈ നീട്ടിയപ്പോൾ മൊത്തം ഒന്നിച്ച് ഉറച്ച് മൂടിപ്പോ, ഒരിക്കലും പൊങ്ങി വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ ജനത്തെ അനുഗമിച്ചവനെ കണ്ട് പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം നിന്നു മിസ്രയീം സൈന്യത്തെ നോക്കിയെന്ന. ഇവിടെ സ്തെഫാനോസിനെ എറിഞ്ഞപ്പോൾ യേശു നിന്നു എറിഞ്ഞവനെ നോക്കിയെന്ന്. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. വിശ്വസിക്കുന്നവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ മുഖപുരയായി ദൂത് പറയുമ്പോൾ അനുഗമിക്കുന്ന പൈശാചിക മേഖലകളെ അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ആലയത്തിലോട്ട് രാവിലെ അനന്യാസ് വരിക. അക്കാലത്ത് ജനമെല്ലാം കൂടെ കൃപയിലായി കഴിഞ്ഞപ്പോൾ ഈ വസ്തുവും വകയും ഒന്നും വേണ്ടെന്ന് വിചാരിച്ചെല്ലാം വിറ്റു പറക്കിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുക. അത് ഉപദേശമൊന്നുമല്ല, ആളുകളുടെ സ്വന്തം മനസ്സിൽ തോന്നിട്ട് അങ്ങനെ വിൽക്കുക. അങ്ങനെ വിറ്റ് കൊണ്ടുവന്ന് വെച്ച കൂട്ടത്തിൽ അനന്യാസ് ഓർത്ത് എല്ലാവരും വിൽക്കുക. പിന്നെ നമ്മൾ കൂടെ എന്ത് ചെയ്തേക്കാം? വിറ്റേക്കാം. അവരും വിറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, നമ്മളിത് മൊത്തം കൂടെ കൊണ്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു അത്യാവശ്യം വന്ന് നമ്മൾ എന്ത് കൊടുക്കും? അതുകൊണ്ട് നമുക്ക് മൊത്തം കൊടുക്കണ്ട, കുറച്ച് പൈസ ഇവിടെ ഇരിക്കട്ടെ. അവർ രണ്ടും കൂടെ പറഞ്ഞൊത്തെന്ന് എഴുതിയേക്കുന്നത്. പറഞ്ഞൊത്ത പൈസ എടുത്ത് കുറച്ച് അലമാരി വെച്ചിട്ട് ബാക്കി പൈസ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് രാവിലെ 6:30 കാക്ക വെച്ചു, പത്രോസിൻ്റെ കാൽക്ക് വെച്ചു. ഉടനെ പത്രോസ് ചോദിക്കുകയാണ്, അനന്യാസെ ഇത്രയ്ക്കോ വസ്തു വിറ്റത്? പ്രൈസ് ദി ലോർഡ്. ഉടനെ അനന്യാസ് പറയാണ്, അത്രയ്ക്കാണ് വസ്തു വിറ്റത്. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ ഒന്ന് വായിച്ചേ മക്കളെ. ആ ആ ആ ആ ആര് കൈവശമാക്കി? സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കി. അടുത്ത വാക്യം, അത് വിൽക്കും മുമ്പേ നിന്റേതല്ലയോ? വിറ്റ ശേഷവും നിന്റേതല്ലയോ? ആ ആ അപ്പൊ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചെന്ന് പറഞ്ഞ അതേ പത്രോസ് പറയണം, മനുഷ്യരോടല്ല. അപ്പൊ അങ്ങനെയാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ആരാ? അതൊന്ന് പറയാനേ ഞാൻ ഈ ബാക്കി വായിപ്പിച്ചേ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ആരാ? ദൈവം. അവരല്ലേ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ഈ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പിതാവായ ദൈവവും പുത്രൻ തമ്പുരാനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഒന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ വ്യാജം കാണിച്ചത് ആരോടാ? പരിശുദ്ധാത്മാവായ ദൈവത്തോടാ. ആത്മാവ് പിതാവിന് എന്ത് ആളത്വമുണ്ടോ അതേ ആളത്വം പുത്രനുണ്ട്. പുത്രന് എന്ത് ആളത്വമുണ്ടോ അതേ ആളത്വം ആത്മാവിനുണ്ട്. ആത്മാവിന് എന്ത് ആളത്വമുണ്ടോ അത് ആദിയിലുണ്ടായിരുന്ന വചനത്തിനുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഈ ആളത്വമായ ആത്മാവിനെയാണ് നിന്റെ ഉള്ളിൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നത്. പകർന്നിരിക്കുന്നുള്ള വലിയ ഉറപ്പ് നിന്റെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. ആഴമായൊന്ന് വിശ്വസിച്ചേ. ഇന്ന് രാത്രി ആ വലിയ ആത്മ ചൈതന്യം ആത്മാവിനെ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ 31:1 എന്താ വായിക്കുന്നേ? ആദിയിൽ ദൈവം
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി വരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി പാഴായി, പാഴായ ഭൂമി ശൂന്യമായി, ശൂന്യമായ ഭൂമി ആഴത്തിൽ മുങ്ങി. മീതെ വെള്ളം വന്നു, വെള്ളത്തിന് മീതെ മൊത്തം ഇരുളായിരുന്നു. അപ്പൊ എത്ര പ്രതിഭാസമായി! ഇരുള്, വെള്ളം, ആഴം, പാഴ്, ശൂന്യം. നിങ്ങൾ മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ പുസ്തകം പറയുന്ന, അവൻ ഭൂമിയെ സൃഷ്ടിച്ച നാളിൽ അത് ഏറ്റവും മനോഹരമായി മനുഷ്യന് പാർപ്പാനായി സൃഷ്ടിച്ചു. അത് കണ്ട് ദൈവദൂതന്മാർ ആർത്തുല്ലസിച്ചു. അങ്ങനെയാണ് സൃഷ്ടിച്ചപ്പോൾ പാഴല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ് കണ്ട് സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ആർത്തുല്ലസിച്ചു. ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണല്ലോ തൻ്റെ കൈപ്പണിയാകുന്ന മനുഷ്യന് വേണ്ടി തമ്പുരാൻ ഉണ്ടാക്കിയതെന്ന് കണ്ടിട്ട് സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ആർത്തുല്ലസിച്ചു. പക്ഷെ അത്ര മനോഹരമായ ഒന്നിനെ നിമിഷങ്ങൾ കൊണ്ട് പാഴാക്കി, അതിനെ ശൂന്യമാക്കി. പാഴ് ശൂന്യവുമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, അതിനൊരു പ്ലാസ്റ്റിക് കൂടിനകത്തിട്ടും വെച്ച് മണ്ട കെട്ടിക്കൊണ്ട് ഗാർബേജിലിടും. അത് ലോറിക്കാർ വന്ന് ഗാർബേജിന്റെ പുറകിൽ എടുത്തുകൊണ്ട് കയറ്റിക്കൊണ്ട് പോയി ഏതെങ്കിലും വേസ്റ്റ് കൂനെ കൊണ്ട് തട്ടും. പ്രൈസ് ദി ലോർഡ്. വേസ്റ്റ് ആയതോ പാഴായതോ ശൂന്യമായതോ നമ്മൾ വീട്ടിൽ വെക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരുമാതിരി കാലൊടിഞ്ഞ കസാറയോ സെറ്റിയോ ആണ് എടുത്ത് റോട്ടി വെക്കും. കാരണം ആർക്കെങ്കിലും വേണേ കൊണ്ടുപോകേണ്ടെന്ന് വിചാരിച്ച്. നല്ലത് നമ്മൾ കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പാഴായത് ശൂന്യമായത് ആരും എടുത്ത് പെരേ വെക്കാറില്ല, അത് ഗാർബേജിൽ തട്ടും. പാഴായതിനെ പണിയുന്ന ഒരാളെ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത പാഴികളെ, ആർക്കും വേണ്ടാത്ത ശൂന്യതകളെ പണിയുന്ന ഒരുത്തൻ ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. പാഴായ നിന്റെ കുടുംബത്തിന്റെ മേൽ, ശൂന്യമാക്കപ്പെട്ട നിന്റെ കുടുംബത്തിന്റെ മേൽ അവന്റെ ആത്മശക്തി വ്യാപരിച്ചാൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, നല്ല ഹല്ലേലൂയ പറയുന്നേ. പാഴല്ല, ഇന്ന് മാറാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പാഴായി, ശൂന്യമായി, ആഴത്തിൽ താണു, മീതെ വെള്ളം വന്നു, അതിൻ്റെ മേൽ ഇരുട്ട് വന്നു. പിശാച് പറഞ്ഞു, ഇനി ഒരിക്കലും പാഴുമാറത്തില്ല, ഇനി ഒരിക്കലും ശൂന്യത മാറത്തില്ല, ഇനി ഒരിക്കലും ഇരുളു മാറത്തില്ല, എന്നും അന്ധകാരമായിരിക്കും. പക്ഷേ ആത്മാവ് മീതെ പരിവർത്തിച്ചു. 5 പ്രതിസന്ധികളുടെ മീതെ ആത്മാവ് പരിവർത്തിച്ചു. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഈ 3ാമത്തെ രാത്രിയിൽ നീ പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളിൽ ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. ആഴത്തിൽ താണ ചില പാഴിനെ ഇന്ന് രാത്രി തമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ പോകുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില സൃഷ്ടിപ്പുകൾ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലെങ്കിൽ ഇനി ഉയരത്തില്ല, ഇനി ഇരുള് മാറത്തില്ല എന്നൊക്കെ പിശാച് വാദിക്കുന്ന ചില മേഖലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്, വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്, ആഴത്തിൽ ചില വിടുതലുകൾ. ഹല്ലേലൂയ. ഇതെല്ലാം എൻ്റെ അനുഭവമാണേ. അതൊക്കെ പറയാൻ പോയാൽ പിന്നെ ഈ മെസ്സേജ് പറയാനൊക്കത്തില്ല. നിങ്ങളത് യൂട്യൂബിനകത്ത് കയറി കേട്ടാൽ മതി. എന്നെപ്പോലൊരു പാഴ് കേസ്, ഹലോ, ആർക്ക് വേണമായിരുന്നു? ആർക്കും വേണ്ടാത്ത, ഞാൻ അനുഗമിച്ച രാഷ്ട്രീയ പാർട്ടിക്കോ, ഞാൻ കൊടി പിടിച്ച പ്രസ്ഥാനത്തിനോ, എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കോ, എന്നെ സ്നേഹിച്ച് ലാളിച്ച സഹോദരങ്ങൾക്കോ, ഞാൻ ഉപകാരം ചെയ്ത നാട്ടുകാർക്കോ ഒന്നും എന്നെ വേണ്ടാത്ത വെറും വേസ്റ്റായിരുന്നു, വെറും വേസ്റ്റായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മഹത്യ അല്ലാതെ മുമ്പിൽ മറ്റൊന്നും ഇല്ലായിരുന്നു. ആ ആത്മഹത്യ സിംറ്റം ഉള്ള ദുഷ്ടപ്പിശാചിൻ്റെ അകത്ത് കയറി. 1 അല്ല 2 അല്ല 3 അല്ല, പലവട്ടം ആത്മഹത്യയിലേക്ക് എന്നെ തള്ളിക്കൊണ്ടുപോയി.
4 കുപ്പി മാരക വിഷം കുടിച്ചു, റെയിൽവേ പാളത്തെ കൊണ്ട് തല വെച്ചു, പെരുന്തേനരുവിലെ വലിയ കയറ്റിപ്പോയി ചാടി. പ്രൈസ് ദി ലോർഡ്. ഒന്നിന് പുറകെ ഒന്നായി മരണം, മരിക്കുക. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ആരോ പറയണം, നീ പോയി ചാക. ഏറ്റവും കൊടിയ പിശാച. ഇന്ന് രാത്രി കെട്ടെല്ലാം അഴിയണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ മരണത്തിന്റെ സിംറ്റം ഇട്ടുകൊണ്ട് പീഡിപ്പെടുത്തുന്ന, മരണത്തിലേക്ക് തള്ളിവിടുന്ന ആ ദുഷ്ട വ്യാപാരത്തെ എല്ലാം ഇന്ന് രാത്രി ആത്മാവ് അറുത്തു മാറ്റാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. പാഴായ എൻ്റെ ജീവിതം ഒരിക്കലും മാറി വരത്തില്ലെന്ന് ലോകം മുഴുവൻ വിധി പറഞ്ഞു. പക്ഷേ കരയുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ എവിടൊക്കെയോ കരഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആത്മാവ് എന്നെ വിടുവിച്ചു. ഇന്ന് രാത്രിയിൽ അതേ പരിശുദ്ധാത്മാവ് ഈ ഹോളിനകത്ത് 3-ാമത്തെ രാത്രിയിലുണ്ട്. ചില പാഴുകളെ പണിയാൻ പോകുകയാ, ചില ശൂന്യതകളെ പണിയാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില കെട്ടുകളെ ദൈവം അഴിക്കുകയാ. നിന്റെ ഉള്ളത്തിൽ മരണഭീതി കൊണ്ടിട്ട്, ഓ ഹല്ലേലൂയ, ദുരാത്മ ശക്തികൾ നിന്നെ നയിക്കുന്ന പോരുകളെ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുകയോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ പ്രത്യേകതരം ഗെയിമുകളൊക്കെ കണ്ട് നമ്മുടെ 16 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, 14 വയസ്സുള്ള പിള്ളേരൊക്കെ രാത്രിയിൽ ബ്ലേഡ് കൊണ്ട് കരുത്തിറക്കുന്നു, ബ്ലേഡ് കൊണ്ട് ഞരമ്പറക്കുന്നു, കെട്ടിഞ്ഞാലുന്നു ഒക്കെ ചെയ്ത് 14 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുകയാ. ഒരു സിംറ്റം ഇങ്ങനെ കണ്ട് അവനെ കളിക്കകത്ത് ലയിച്ച് ഒരു ദുരാത്മശക്തി അവനെ വലിച്ചുകൊണ്ടുപോയി മരണത്തിലേക്ക് തള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ പോരിനെയല്ല ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അറിയാത്ത ചിലതിനെ മരണത്തിന്റെ സിംറ്റം ഇട്ടുകൊണ്ട് പുറകോട്ട് വലിക്കുന്ന ചില തലമുറകളെ ഇന്ന് രാത്രി ആത്മാവ് ദർശിക്കുന്നുണ്ട്. ചില പോരിനെ ആഴത്ത് ദൈവം അഴിക്കുകയാ. ചില പാഴുകളെ ചില ശൂന്യതകളെ ഇന്ന് രാത്രി ആത്മാവ് കരം വെച്ച് പണിയുകയാ. മൗനമായി ആരും ഇരിക്കരുത്. ഈ ദൂത് ലൈവായി കേൾക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി വിടുതലുണ്ടാകുകയാ. ഓ രക്തത്താലെ ജയം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ വെച്ചുച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ 10ാം സ്റ്റാൻഡേർഡ് ഞാൻ പഠിക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ വരുന്നതുകൊണ്ട് അന്ന് SSLC പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. സ്തോത്രം. ഇവിടുത്തെ 6-നെക്കാട്ടി ഭയങ്കര സംഭവം അന്നത്തെ SSLC പരീക്ഷ. സ്തോത്രം. BAയ്ക്കും BComനും MComനും ഒക്കെ 2 അക്ഷരമല്ലേ ഉള്ളൂ, മറ്റ് 4 അക്ഷരമല്ലേ? ഹലോ. ഇപ്പം പിന്നെ എല്ലാം ഓൾ പാസ്സാണ്. അയ്യോ, ഇപ്പം 10ഉം 11ഉം 12ഉം എല്ലാം ഓൾ പാസ്സാണ് മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് 210 മാർക്ക് മേടിക്കാൻ വരുന്ന പങ്കപ്പാട് അന്ന് എഴുതിയിട്ടുള്ളവർക്കറിയാം. അന്ന് 210 കിട്ടിയാൽ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് ഞങ്ങളുടെ അമ്മ ഭയങ്കര ശ്രമകരമായ കാര്യം ചെയ്യുക. ഞാൻ ഉറങ്ങാതിരിക്കാൻ എൻ്റെ കാലിടയ്ക്കിടയ്ക്ക് നനയ്ക്കാൻ ഒരു ബേസിനകത്ത് വെള്ളം കൊണ്ട് മേശയുടെ താഴെ വെച്ചേക്കുക. പിന്നെ കടുങ്കാപ്പി അനത്തി സ്റ്റോക്ക് വെച്ചേക്കുക. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ പുസ്തകമെല്ലാം തുറന്ന് വെച്ച് ഭയങ്കരമായിട്ട് പഠിക്കുക. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം കാണാതെ പഠിക്കണം. ഇന്നതൊന്നും പഠിക്കണ്ടല്ലോ. സ്തോത്രം. അപ്പം അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കാനിരിക്കുന്ന കണ്ടേച്ച് അമ്മ എപ്പോഴോ പാവം ഉറങ്ങിപ്പോയി. രാവിലെ ഒന്ന് നോക്കിയപ്പോൾ കടുങ്കാപ്പി അവിടെ ഇരിപ്പുണ്ട്, ബേസിൻ അവിടെ ഇരിപ്പുണ്ട്, പുസ്തകം തുറന്നിരിപ്പുണ്ട്. ഞാൻ മുറിയിലില്ല. അപ്പം ഞാൻ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയേക്കാന്നൊക്കെ വിചാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ടും എൻ്റെ യാതൊരു അനക്കവും ഇല്ല. പിന്നെ നോക്കുമ്പോഴാണ് എൻ്റെ ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്, ചെരുപ്പും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അർദ്ധരാത്രി ഏതോ ഒരു സമയത്ത് ഏതോ ഒരു ആത്മാവ് എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി. ആരും അറിയാതെ കതവ് തുറന്ന് വെളിയിൽ ചാടി ഞാൻ അർദ്ധരാത്രിയിൽ വെച്ചുച്ചിറ വിട്ട് പിന്നെ അങ്ങോട്ട് കനകപ്പുരം കഴിഞ്ഞ വനമാണ്, ഭയങ്കര വനമാണ്. ആ വനത്തിൽ കൂടെ പോയി, എരുമേലി കൂടെ പോയി, കണ്ണിമലയിൽ കൂടെ പോയി, വെള്ളനാടി കൂടെ പോയി, മുണ്ടക്കയത്തൂടെ പോയി. ഞാനങ്ങ് സ്തോത്രം ചെന്നാപ്പാറ എന്ന സ്ഥലത്ത് ചെന്ന്. ചെന്നാപ്പാറ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10-60 മൈൽ അകലമാണ്. രാത്രി പോവാം. ചെന്നാപ്പാറ ചെന്ന് റബ്ബർ എസ്റ്റേറ്റിനകത്ത് ഞാൻ കയറി. വെളുപ്പിനെ 5 മണിയായപ്പോൾ ടാപ്പിങ്ങെല്ലാം വെട്ടാനൊക്കെ ഓടുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് എന്തോ ഒരു സ്ഥലകാല ബോധം വരുന്നത്. അതുവരെ ഒരു ബോധവും ഇല്ലാതെ പോവാം. പ്രൈസ് ദി ലോർഡ്. അവർ ചോദിച്ചു എന്നാ ഇവിടെ നിൽക്കുന്നത്, എന്താ വേണ്ടിയേ? ഞാൻ പറഞ്ഞു ടാപ്പിങ് കിട്ടുമെന്ന് അറിയാൻ വന്ന. 15 വയസ്സുള്ള ഞാൻ ടാപ്പിങ് എന്നാന്നോ റബ്ബർ പോലും അല്ലാതെ പോലും എനിക്കറിയത്തില്ല.
രക്ഷപ്പെടാൻ വേണ്ടി ഇതിനെ പറയും, സുബോധമില്ല. അവർ പറഞ്ഞു മുതലാളി മുണ്ടക്കയത്തുണ്ട്, പുള്ളിയോട് പോയി ചോദിക്കാൻ പറ. ഞാൻ പറഞ്ഞു മുണ്ടക്കയം എവിടെ? ഇവിടുന്ന് ഒരു 15 മൈലോളം തിരിച്ചു കണക്കണം. ഞാൻ ചെന്നാപ്പാറത്തോട്ടത്തിൽ കൂടെ നടന്ന് KK റോട്ടിൽ ചാടി മുണ്ടക്കയത്ത് നടക്കുമ്പോൾ ഒരു അമ്മ ഒരു പെൺകുഞ്ഞിനെ, ഒരു 10-12 വയസ്സുള്ള പെൺകുഞ്ഞിനെ തോളത്തിട്ട് ഓടുക. എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞപ്പോൾ അതിൻ്റെ വായിലിങ്ങനെ വര, അന്ന് മൂക്കിക്കൂടെയും വായിക്കൂടെയും വര ചാടി ഷർട്ടിലെല്ലാം കൂടി ഇവിടെ തോർത്തുകൊണ്ട് പുറകെ അപ്പനും ഓടുന്നുണ്ട്, ഇവർ രണ്ടും കൂടി ഓടുക. അപ്പോൾ ഈ കുഞ്ഞെ അലറുന്നേ കേട്ടപ്പോൾ എനിക്ക് സുബോധം വന്നു, എൻ്റെ അമ്മ ഇപ്പോൾ ഇതുപോലെ കരയുവാണല്ലോ. ഞാൻ തിരിച്ച് നടന്ന് മുണ്ടക്കയത്ത് ഒരു ഇരുമ്പ് പാലമുണ്ട്, ആ പാലത്തെ വരെ ചെന്നപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. സ്തോത്രം. വളരെ പ്രായമുള്ളൊരു നല്ല ഒരു പിതാവ്, ഒരു കുലീനായ മനുഷ്യനാണ്. അദ്ദേഹം എൻ്റെ അടുക്ക് വന്ന് ഇങ്ങനെ തിക്കുമ്പോഴൊക്കെ വന്ന് ചോദിച്ചു, കുഞ്ഞെ നീ എന്നെ ഇവിടെ രാവിലെ ഇരിക്കുന്നത്? അന്ന് പരീക്ഷ നടക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് എരുമേലി വരെ പോകണം, വണ്ടിക്കൂലിക്ക് പൈസ കണ്ടിരിക്കാന്ന് പറഞ്ഞു. നീ രാവിലെ ഇതിന് എരുമേലിക്ക് പോകുന്നേ? നിന്നെ കണ്ടൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാന്ന് തോന്നുന്നല്ലോ, നീ എന്തോ സംഭവം എന്നോട് പറയാൻ പറ. അപ്പം അന്ന് കണ്ടാലും എന്നെ കണ്ടാൽ കുടുംബത്തിൽ പറഞ്ഞാന്ന് തോന്നുന്നു. ഞാൻ ഈ അപ്പച്ചനോട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ പുള്ളിയുടെ മടിയിൽ ആകെ 2 രൂപ ഉണ്ട്. 2 രൂപ. ഈ 2 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മുണ്ടക്കയത്തുനിന്ന് എരുമേലി വരെ ചെല്ലാം. ആ മനുഷ്യനാണ് 2 രൂപ. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ആരെയും ഒരാളെ ദൈവം അയച്ചതാണ്. ഞാൻ മടങ്ങി എരുമേലി ചെന്ന് എരുമേലിൽ ഞാൻ ഒരു വണ്ടി വിളിച്ച് വെച്ചറ ചെല്ലും. വെച്ചുച്ചറ എൻ്റെ വീടും പരിസരവും എല്ലാം ഭയങ്കര ആൾക്കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അത് 1000 കഥകൾക്കിടയിൽ ഒരു ചെറിയ കഥ പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിലായിരുന്നു, ഇരുളായിരുന്നു. പക്ഷെ ആത്മാവ് പരിവർത്തിച്ചോണ്ടിരുന്നു. ആത്മാവ് പരിവർത്തിച്ചാൽ ഉയർന്നു വരാത്തതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഭൂമി കാണായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഭൂമി കാണായി വന്നു. മണ്ടയ്ക്ക് മൂടിക്കിടന്ന വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളം ഒരു ഭാഗത്തേക്ക് മാറി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം വെളിച്ചമുണ്ടായി. ആത്മാവ് പരിവർത്തിച്ചാൽ ഇല്ലാത്തതെല്ലാം ഉണ്ടാകും. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങള്, ശൂന്യതകള്, തലമുറയുടെ പരാജയങ്ങൾ, ആഴങ്ങൾ, ഇരുട്ടുകൾ എല്ലാം അഴിയുന്നത് ഇന്ന് രാത്രിയിൽ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ. പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ പരിവർത്തിക്കട്ടെ. നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ഇന്ന് രാത്രി ആത്മാവ് പരിവർത്തിക്കുവാൻ. എന്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അനന്യാസ് ഭക്തി കാണിക്കാൻ പോയതാ. പക്ഷേ ആ ഭക്തിയുടെ മറവിൽ എന്തോ ഉണ്ടായിരുന്നു? വ്യാജമുണ്ടായിരുന്നു. ഫലം. അന്ന് സഭ നടത്തുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന പത്രോസ് ആലയത്തിന്റെ പടി കയറിയപ്പോൾ ആരെ വിവേചിച്ചു? അനന്യാസിനെ വിവേചിച്ചു. പ്രൈസ് ദി ലോർഡ്. അനന്യാസേ, ഇത്രയ്ക്കോ വസ്തു വിറ്റത്? വിൽക്കും മുമ്പ് നിന്റെ അല്ലായിരുന്നു? അതെ. വിറ്റ് കഴിഞ്ഞ് നിന്റെ അല്ലായിരുന്നു? അതെ. എന്നിട്ട് നീ എന്തിനാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്? ക്ഷണത്തിൽ അവൻ അവിടെ മരിച്ചു വീണു, ചത്തു വീണു. സ്തോത്രം. എങ്ങനെ മോളെ എഴുതിയേക്കെന്ന് വായിച്ചേ. വീണ പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇനി അടുത്ത വാക്യം. 3 മണിക്കൂർ കഴിഞ്ഞ്, ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ 2ാമത്തെ സെക്ഷൻ ആരാധനയായിരിക്കും. ഈ ആള് കൂടുതലുള്ളത് കൊണ്ട് 1ാമത്തെ സെക്ഷൻ ആരാധന കഴിഞ്ഞ് 2nd ട്രിപ്പിനാണ് ആര് വന്നത്?
ഭാര്യ വന്നത്. സ്തോത്രം. അപ്പോൾ അച്ഛൻ വീണതോ ചത്തതോ കുടിച്ചിട്ടോ ഒന്നും അമ്മാമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മളറിഞ്ഞ സഭായോഗം എന്നേരം നിർത്തിയേനെ. നിർത്തി നമ്മളൊരു അനുശോചന യോഗമൊക്കെ വെച്ച് ആരാധനയെല്ലാം മാറ്റിയിട്ട് ചവോടൊക്കെ നടത്തിയേനെ. പക്ഷേ ഈ പാപം ചെയ്ത് വീണ് ചത്തോനെ അടക്കരുത്, കുടിച്ചിടണം. വിശുദ്ധി നിന്നിട്ട് ആത്മാവിൽ പ്രാണനെ വിട്ട സ്തേഫാനോസിനെ വിശുദ്ധന്മാർക്ക് യോഗ്യമായിട്ട് അടക്കണം. അടക്കം വേറെ, കുഴിച്ചിടിയിൽ വേറെ. ഹലോ, അങ്ങനെ അന്തരീക്ഷം പോവല്ലേ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് ചത്തോനെയൊക്കെ എന്ത് ചെയ്യണം? പറ, കുഴിച്ചിടണം. നമ്മൾ പശു ചത്താൽ പട്ടി ചത്താലൊക്കെ എങ്ങനെ പറയുന്നേ? നമ്മുടെ പശുവിൻ്റെ അടക്കമാണ് 3 മണിക്ക്, അങ്ങനെ പറയാറുണ്ടോ? അല്ല, അതിനെന്തോ ചെയ്യുന്നേ? കുഴിച്ചിടുക. ഇവനെയും കുഴിച്ചിടുമായിരുന്നു. 3 മണി സമയമായപ്പോൾ പുള്ളിക്കാരത്തി വന്നു. പുള്ളിക്കാരത്തി വന്നോടനെ പത്രോസ് ചോദിച്ചു, തല പോയാലും മാറ്റി പറയലെന്ന് തലേ രാത്രി പറഞ്ഞ് സമ്മതിപ്പിച്ച. ഹലോ, ഞാനിങ്ങനെ പറയും, നീയും അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ച് പറഞ്ഞൊത്തതാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞൊത്തിട്ട് ദൈവത്തെ ഒപ്പിക്കാമെന്ന് ആരും വിചാരിക്കരുത്. ആത്മാവാണ് നടത്തുന്നതെങ്കിൽ എല്ലാം വെളിപ്പെടും. അടുത്ത വാക്യം ഒന്ന് വായിച്ച് ഗൗരവത്തോടെ വായിക്കണേ. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാല് വാതിൽക്കലുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് സഭായോഗത്തിൽ 2 അടക്കം നടന്നു. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. സഭായോഗം മുടക്കിയില്ല, റീത്ത് വെച്ചില്ല, അനുശോചന യോഗം നടത്തിയില്ല. സ്തോത്രം. ഇനി അനുശോചന യോഗത്തിൽ ഞാനില്ലാത്ത സഭായോഗത്തിൽ വെച്ചാൽ മരിച്ച് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തലയെ കൊണ്ടൊരു വലിയ റീത്ത് വെച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് PC ചെറിയാൻ വക അനുശോചനം ഒന്നും എഴുതി വെക്കത്തൊന്നുമില്ല. ഹലോ, ചിലർക്ക് വന്നു കഴിഞ്ഞാൽ ചത്തി കിടക്കുന്ന PC ചെറിയാനാണോ ആളാണെന്ന് റീത്തേ കിടക്കുന്ന പേര് നമ്മുടെയാണ്. ഹലോ, ഈ ഗുണമില്ലാതെ ചത്തേനെ മണ്ടയ്ക്കൊന്നും നീ റീത്ത് കൊണ്ട് വെക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ബാക്കി നിങ്ങൾ വിവേചിച്ച് പ്രസംഗിക്കണം. ഇവിടെ അന്ന് സഭ നടത്തിയത് ആരാണ്? പരിശുദ്ധാത്മാവ്. പത്രോസിയും ഒരായുധമായിട്ട് നിൽക്കുക. ബാക്കിയെല്ലാം ക്രമീകരിക്കുന്ന ആരാ? ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന് വിധേയപ്പെടാത്തതെല്ലാം അന്ന് തകരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ആത്മാവ് സഭയെ ശുദ്ധീകരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ള ശുശ്രൂഷകൾ വെളിപ്പെടാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു ദിവസം പരിശുദ്ധാത്മ നിയോഗിതനായിരിക്കുന്ന പ്രാർത്ഥനാവീരനായ അനന്യാസിനെ ദൈവം വിളിച്ചു. ഈ അനന്യാസ് അല്ല കേട്ടോ. സ്തോത്രം. ദൈവം പറഞ്ഞു, അനന്യാസേ, നീ എഴുന്നേക്ക്. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ശൗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നീ ചെന്ന് അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു, കർത്താവേ, അവൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് കൂട്ടുന്നവനാ. വസ്ത്രം അവനാ സൂക്ഷിച്ചേ. അവൻ മറ്റ് പല പള്ളികളിൽ കയറി ഞങ്ങളുടെ ദൈവദാസന്മാരെ ഒത്തിരി പേരെ ഉപദ്രവിച്ചതാ. അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനല്ല, എന്നോട് വേറെ ഒരു ദൗത്യം ഏൽപ്പിക്കാനില്ലേ? പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവനെ ജാതികളുടെ അപ്പോസ്തലനായി കണ്ടിരിക്കുകയാണ്. അവൻ രാജാക്കന്മാരോടും ജാതികളോടും യഹൂദന്മാരോടും 3 മണ്ഡലങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത മാനപാത്രമാണ്. നീ എഴുന്നേറ്റ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അനന്യാസിനെ ആത്മാവ് ബലപ്പെടുത്തി അവൻ എഴുന്നേറ്റ് എന്നും വെച്ച് ശൗലിന്റെ തലമേൽ കൈവച്ചു. ഒറ്റ പ്രാർത്ഥന, ശൗലേ സഹോദര കാഴ്ച പ്രാപിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണിലെ തിമിരം അടർന്ന് താഴോട്ട് വീണ് അവൻ കാഴ്ച പ്രാപിച്ചു. പരിശുദ്ധാത്മപൂർണ്ണ വാക്യം ഒന്ന് വായിച്ചേരെ. 10-ാം അധ്യായം അതിന്റെ സ്തോത്രം 9:17. അവന്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കി, എന്തൊരു വെളിപ്പാട് അന്നത്തെ സഭയ്ക്കുള്ള. എന്നോട് ശ്രദ്ധിക്കണേ. ഈ
ദമസ്കോസിന്റെ പടിവാതിക്ക് വെച്ച് പൗലോസിനെ യേശു കർത്താവ് അടിച്ചതോ, ഇവൻ വഴി കിടന്ന് മണ്ണ് തിന്നതോ, എഴുന്നേറ്റ് പോയി കണ്ണ് കാണാൻ വയ്യാതെ പരസകായത്തോടെ ഇവിടെ പോയി പ്രാർത്ഥന ഇരിക്കുന്നതോ ഒന്നും അനന്യാസ് അറിഞ്ഞിട്ടില്ല. പക്ഷേ അനന്യാസിന് കർത്താവ് വെളിപ്പെട്ട് പറഞ്ഞ് ഞാനാണ് അവനെ തല്ലി താഴെയിട്ടത്. അവനിപ്പോൾ തന്നെ 3 ദിവസമായിട്ട് വെള്ളം പോലും കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അവൻ്റെ അടുക്ക് ചെല്ലണം. ചെന്നിട്ട് പറഞ്ഞ നിന്നെ അയച്ചത് കർത്താവാന്ന് പറയണം. നിനക്ക് ദമസ്കോസിൽ വെച്ച് വെളിപ്പെട്ട കർത്താവാണ് എന്നെ അയച്ചേക്കുന്നത് അവനോട് പറയണം. പറഞ്ഞിട്ട് അവൻ്റെ തലയിലോട്ട് നിന്റെ കൈ വെക്കണം. വെച്ചിട്ട് പറഞ്ഞ ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാക എന്ന് പറയുമ്പോൾ അവൻ്റെ തിമിരം അടർന്നു വീഴും. ഒരു സ്തോത്രം പറഞ്ഞേ. അല്ലേ, ഇന്ന് രാത്രിയിൽ നമ്മെ നടത്തേണ്ട ദിവസങ്ങളിൽ കർത്താവും ആത്മാവും ചേർന്ന് നടത്താൻ ദൈവം ആഗ്രഹിക്കുകയാ. ഇതുവരെ ഇല്ലാത്ത ചില ദൈവ ശബ്ദങ്ങൾ ദൈവം നിന്നെ കേൾപ്പിക്കാൻ പോകുകയാ. ചില പ്രത്യേകമായ ദൈവിക വെളിപ്പാടുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാ. ചില പ്രത്യേക ഭവനങ്ങളിലേക്ക് ദൈവം നിന്നെ പേര് വെളിപ്പെടുത്തി അയക്കാൻ പോകുകയാ. ചില കുടുംബങ്ങളുടെ പേര് വെളിപ്പെടുത്തി, ചില ഭക്തരുടെ വ്യക്തികളുടെ പേര് വെളിപ്പെടുത്തി നിനക്കൊരു ശുശ്രൂഷയ്ക്കായി ദൈവം അയക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഒരു പ്രത്യേക നിലകളിൽ ആത്മാവ് സഭയെ നടത്താൻ പോകുകയാ. ചുടപാര പരതര ജനാരകരകതര വൈഡാരി ബലാരകതാരൗഡ ഹല്ലേലൂയ. ഓ രക്തത്താലെ ജയം. അർത്ഥമനാദര ഭൈഡകരാജക ദീപപരാദര ഭക്ഷകരിബല പരകനാരകല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥന ഇരിക്കുമ്പോഴേ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പേര് വെളിപ്പെടുത്തി. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഈഴവ സഹോദരനാണ്. അതിന് മുമ്പത്തെ KKMS എന്ന് പറഞ്ഞ റാന്നിയിലെ പ്രധാനപ്പെട്ട ഒരു ബസ് റൂട്ടിലെ ബസ് ഓടിക്കുക. അത് കഴിഞ്ഞാണ് അദ്ദേഹം KKMS വിട്ടിട്ട് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ മേടിച്ച് മന്നപരുതി ജംഗ്ഷനിൽ കിടന്ന് വണ്ടി ഓടാൻ തുടങ്ങി. അപ്പം എന്നോട് നീ ഇപ്പോഴെഴുന്നേറ്റ് അവൻ്റെ വീട്ടിൽ പോകണം. അവനും ഭാര്യ ലതയും മക്കളും 3 പേര്, സൗമ്യ, രേഷ്മ, അരുൺ, 5 പേര് ഒന്നിച്ച് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒട്ടും താമസിക്കരുത്, വേഗം ചെല്ലാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവനെ അവൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഞാൻ അവൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, 2 പാസ്റ്ററെ ഈ ഇരിക്കുന്നത് വിഷമാണ്, അത് ഞങ്ങളിപ്പോൾ കുടിക്കാൻ പോവാ, ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം അവൻ ചെയ്യാത്തൊരു കൊലക്കേസിൽ അവൻ പ്രതിയാണെന്ന് പറഞ്ഞ് അവനെ അകാരണമായി ക്രൈംബ്രാഞ്ചും പോലീസും എല്ലാം കൂടെ മാസങ്ങളായി ഉപദ്രവിക്കപ്പെടുകയാണ്. അവനകത്ത് ചെയ്തിട്ടില്ല, പക്ഷെ അവൻ പീഡിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവൻ്റെ സത്യം തെളിയിക്കാൻ അവനെ കൊണ്ട് യാതൊരു മാർഗവുമില്ല. അവൻ്റെ പുറത്ത് ഈ കേസ് കെട്ടിവെക്കാനായിട്ട് ഉദ്യോഗസ്ഥർ ശ്രമിക്കുക. അതുകൊണ്ട് അവൻ ആകെ തകർന്നിട്ട് മരിക്കാൻ തുടങ്ങുക. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അയച്ചു. ഞാൻ അവനോട് ചെന്ന് കാര്യം പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകെ ഒരു നമ്മൾ വിളിക്കുമ്പോൾ ഈ പട്ടിക്കുട്ടിയൊക്കെ പുറകെ വരുന്ന പോലെ അവൻ്റെ ഓട്ടോയെ കയറി ലതയും വിളിച്ച് 3 പിള്ളേരെയും വിളിച്ചുകൊണ്ട് അവൻ എൻ്റെ പുറകെ ഹോളി വന്നു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുന്ന പായയിൽ അവനെ കൊണ്ട് ഇരുത്തി. ഞാൻ പറഞ്ഞു, കുഞ്ഞെ കഴിഞ്ഞ 20 വർഷത്തോളമായി ഞാനിരുന്ന് മുഴങ്കാലം മുടക്കി പ്രാർത്ഥിക്കുന്ന ഒരു പായാണ്, ഈ പായ വെച്ച് നീ കള്ളം പറയല്ലേ, ഈ പായലിരുന്നുകൊണ്ട് പറഞ്ഞു നീ ഇത് ചെയ്തതാണോ? അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് യാതൊരു ഞാൻ പറഞ്ഞു, സത്യമാണോ? സത്യമാണ് എങ്കിൽ ഇന്ന് വിളിക്കുന്നാലേ ഇനി മേലാ നിന്നെ ക്രൈംബ്രാഞ്ച് വിളിക്കത്തില്ല, കർത്താവല്ലേ എന്നോട് പറയുന്നത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, അതിനുശേഷം ഒറ്റ ദിവസം അവനെ വിളിച്ചിട്ടില്ല കേട്ടോ. വിളിച്ചില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും ഇന്ത്യ വിട്ടു പോകാൻ സാധിക്കത്തില്ലാത്ത കേസുള്ള അവനിപ്പം ദുബൈയിൽ ഒരു നല്ല കമ്പനി ജോലി ചെയ്യുക. അവൻ്റെ മൂത്ത മോള് സൗമ്യ ഇപ്പോൾ പാരീസിൽ ജോലി ചെയ്യുക. അവൻ്റെ 2ാമത്തെ മോള് രേഷ്മ അത് എയർപോർട്ടിൽ ജോലി ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മോനും ജോലിക്കാരനായി. അവരെ എല്ലാം നല്ല ദൈവം മാനിച്ചു. അവരുടെ ഈഴവ സമൂഹം എല്ലാം കൂടെ ഇളകിയിട്ട് എന്നെ നേരെ വന്ന് പറഞ്ഞു, സ്തോത്രം, അവരെന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ
ഞാനൊന്നും പേടിച്ചൊന്നുമില്ല. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ദൈവം ആ കുടുംബത്തെ മുഴുവൻ വിടുവിച്ച്. ഇന്ന് രാത്രി ഞാനിത് ഓർപ്പിക്കുന്നത്, ചില പേരുകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. ചില വ്യക്തികളുടെ, ചില കുടുംബങ്ങളുടെ പിശാച് തകർക്കാൻ വേണ്ടി ഉന്നം വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ചിലരെ ദൈവം അയക്കാൻ പോകുകയാ. അങ്ങനെ ഒരു ശുശ്രൂഷ കൊടുക്കുന്ന എത്ര പേരുണ്ട്. ഇവിടെ വന്ന് നമ്മൾ പ്രസംഗിച്ച് കുറെ തിയോളജി പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ആത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്ത് ആത്മാവ് നിയോഗിച്ചാൽ ഹല്ലേലൂയ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചതെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്. ഒരു സാധാരണ വിളിയല്ല, സാധാരണ വിളിയല്ല, ഒരു പൊതുവരുത്തമായ വിളിയല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു നിയോഗത്തിന്റെ വിളിയാണ് എന്റെ മേൽ ദൈവം തന്നിരിക്കുന്നത് എന്ന് നീ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ അതിന്റെ ഒരു അഭിഷേകം ദൈവം പകരാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ നന്നായിട്ടൊരു നിമിഷം ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരു കാര്യം. ഈ ഫിലിപ്പിന്റെ കൈസരിയെ കൊണ്ടുപോയി കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനെ ആരെന്നാ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഏലിയാവെന്നും ഇരമ്യാവെന്നും പിന്നെ പ്രവാചകന്മാരിൽ ഒരാളെന്ന് ഈ കടയെ കടിച്ചു വെട്ടിക്കളഞ്ഞ യോഹന്നാൻ തിരിച്ചു വന്നാന്നൊക്കെ പല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചാട്ടാ, നിങ്ങളുടെ അഭിപ്രായം എന്നാന്ന് ചോദിച്ചു. നിങ്ങൾ ഈ 3.5 വർഷമായിട്ട് എന്നെ പുറകെ നടക്കാണ്, നിങ്ങളുടെ അഭിപ്രായം എന്നാന്ന് ചോദിച്ചു. സ്തോത്രം. ഉടനെ അവർ 11 പേരും പറഞ്ഞു, ഞങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. 11 പേരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. സ്തോത്രം. പത്രോസ് പറഞ്ഞു, അഭിപ്രായം എനിക്കുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ കർത്താവ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പ്രശംസിക്കും. കർത്താവ് ഉടനെ പറഞ്ഞു, ബറയോനാ ശീമോനെ, നീ ആടാ ഭാഗ്യവാൻ. ഞാൻ ഈ 3.5 വർഷമായിട്ട് ഈ താക്കോൽ ആരെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നടക്കുക. ഞാൻ ആരാന്നറിയത്തില്ലാത്തതുകൊണ്ട് ഈ താക്കോൽ എടുത്തിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇരമ്യാവാ, ഏലിയാവാ, യോഹന്നാനാന്ന് പറഞ്ഞവനെ താക്കോൽ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്തോത്രം. ഞാൻ അതറിയാവുന്ന ആരാ നോക്കിയിരുന്നു. നീ ഭാഗ്യവാനാ. ജഡരക്തങ്ങളല്ല നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ പറഞ്ഞ്. ദൈവന്റെ താക്കോൽ ഞാൻ നിനക്ക് ഏൽപ്പിക്കുക. സ്തോത്രം പറഞ്ഞേ. നിനക്ക് ഇന്ന് രാത്രി യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടോ? നീ അനുഗമിക്കുന്ന കർത്താവ് ആരാന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. അറിഞ്ഞാൽ നീ ഭാഗ്യവാൻ. സ്തോത്രം. താക്കോൽ ഇവനെ ഏൽപ്പിച്ചു. താക്കോൽ ഇവന്റെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി, യേശു ഇവിടുന്ന് പോയാൽ അടുത്ത അധ്യക്ഷൻ ഇവനാകും. കാരണം താക്കോൽ ഇവന് കൈമാറി. ഏത് താക്കോലെന്നറിയാമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച താക്കോല്, ലാസറിനെ പേര് ചൊല്ലി വിളിച്ചിറക്കിയ താക്കോല്, യായിറോസിന്റെ കൊച്ചിനെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച താക്കോല് പത്രോസിന് കൈമാറിയേക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കർത്താവ് അന്നേരം മുതൽ, അങ്ങനെ എഴുതിയേക്കുന്നത്, അപ്പോൾ മുതൽ തൻ്റെ മരണകാര്യം പറഞ്ഞ് തുടങ്ങി. ഉടനെ പത്രോസ് വിളിച്ചു. ഇപ്പം ഈ കൂടുതലെ ഹീറോ ആരാ? പത്രോസ് ഉടനെ പറഞ്ഞു, കർത്താവ് വന്നേ, അങ്ങനെ ഈ ചാടുന്ന കാര്യമോ ചവടക്കുന്ന കാര്യമോ അങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം പറയില്ലേ എന്ന് പറഞ്ഞ് കർത്താവ് തൊട്ടു മുമ്പേ വിളിച്ചത്, ബറയോനാ ശീമോനെ നീ ഭാഗ്യവാൻ. ഇപ്പം വിളിച്ച് ശാത്താൻ എന്ന് പറഞ്ഞു. അർത്ഥം, താക്കോല് കൊടുത്ത കൂട്ടത്തിൽ തന്നെ മറ്റോനകത്ത് കയറി. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് നിയോഗമുണ്ടെന്ന് അറിഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുത്ത പദ്ധതിയിൽ നീയാണെന്നറിഞ്ഞാൽ എന്നേരം മറ്റോനകത്ത് വരും. അതുകൊണ്ട് രാത്രി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവൻ പറഞ്ഞ കാര്യം കറക്റ്റാന്ന് അറിയിക്കണമല്ലോ ഇവനെ. അതിന് കർത്താവ് ഇവനെയും കൂട്ടിക്കൊണ്ട് മറുരൂപമലയിൽ പോയി. മറുരൂപമല ഇരിക്കുമ്പോൾ സ്വർഗം ആ കാര്യം അടിവരയിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ എന്ന് പറഞ്ഞ പത്രോസെ, നീ 6 ദിവസം മുമ്പേ ഫിലിപ്പിന്റെ കൈസരി വെച്ച് പറഞ്ഞ കാര്യം അബദ്ധം പറ്റിയല്ല, കറക്റ്റാണെന്ന് സ്വർഗം പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ എന്ന് പറഞ്ഞ 6 ദിവസം മുമ്പേ നീ ഫിലിപ്പിന്റെ കൈസരിയെ വെച്ച് പറഞ്ഞത് മറുരൂപമലയെ വെച്ച് സ്വർഗം അംഗീകരിച്ചു.
പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞിറങ്ങി കർത്താവ് കാൽവറിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. അവിടെ നിങ്ങളെല്ലാം എന്നെ ഇട്ടേച്ച് പോകും, ഞാൻ ഏകനാവും, പക്ഷെ എനിക്ക് പ്രയാസമൊന്നുമില്ല, പിതാവിനോട് കൂടെ ഉണ്ട്, പിതാവിനോട് കൂടെ ഉണ്ട്, ഞാൻ ഏകനല്ല എന്നൊക്കെ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഇവരെല്ലാം പോയാലും ഞാൻ നിന്റെ കൂടെ കാണും, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ കൂടെ കാണും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഈ രാത്രി നീ കോഴി കൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. നമ്മളിപ്പോഴത്തെ കാര്യം അറിഞ്ഞു, കർത്താവ് നാളത്തെ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുന്ന ആളാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് ഗെത്സമനെ പോയി. ഗെത്സമനെ ചെന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ ഇവരെ 2 ഗ്രൂപ്പാക്കി. ഒന്ന് 8 പേര് ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുക, 3 പേര് ഒലിവ് മലയിൽ ഒരു കല്ലേറ് ദൂരത്തിലുള്ള ഗെത്സമനിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നിടത്ത് 3 പേര്, മറ്റിടത്ത് 8 പേര്. ഒരുത്തനെ ഒറ്റി കൊടുക്കാനായിട്ട്, കാശ് മേടിക്കാനായിട്ട് പോയേക്കുക. അപ്പം ഇങ്ങനെ ശിഷ്യഗണം തന്നെ 3 ഗ്രൂപ്പായിട്ട് നിൽക്കുക. ആ സമയത്ത് കർത്താവ് മാത്രം വേറിട്ട് ഒരു കല്ലേറ് ദൂരെ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് 1ാമത്തെ ഒരു പ്രാർത്ഥനാ സമയം കഴിഞ്ഞുകൊണ്ട് പിശാച് വന്ന് പറഞ്ഞു, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാന്ന് ഓർക്കല്ലേ, പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നായിരുന്നു, എനിക്ക് ആ പത്രോസിനെ ഒന്ന് പാറ്റിയാ കൊള്ളായിരുന്നു. കർത്താവ് പ്രാർത്ഥന ആമീൻ പറഞ്ഞു. നമ്മുടെ പാപവും ശാപവും മരണവും രോഗവും ഏറ്റെടുക്കുന്ന പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഈ പത്രോസിനെ പരീക്ഷിക്കാൻ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എഴുന്നേറ്റ് ഒരു കല്ലേറ് പുറകോട്ട് നടന്നിട്ട് ഇവനെ ചെന്നപ്പോൾ കൂർക്കം മരിച്ചുറങ്ങുക. നമുക്ക് തോന്നി യോഗത്തിനിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞാൽ, കുഞ്ഞെ പരീക്ഷയിൽ അകപ്പെടാൻ പോവാ, അതുകൊണ്ട് എണ്ണിച്ചെന്ന് പ്രാർത്ഥിക്കുക. ഉടനെ അവൻ എണ്ണിച്ച് ഗ്ലോറി പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. കർത്താവ് തിരിച്ചുപോയി. പിന്നെയും വളരെ ഗൗരവമുള്ള പ്രാർത്ഥനയല്ലേ, ഇവിടെ മെനക്കെട്ടിരിക്കാൻ നോക്കുമോ? പോയി പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പിന്നെയും എന്ന് പറഞ്ഞു, ഞാൻ കൂടെ ഡിസ്റ്റർബ് ചെയ്യാന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. സ്തോത്രം. എൻ്റെ തലഭാനുള്ള പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. ഹലോ, ഹല്ലേലൂയ. എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്ന് അവനെ പാറ്റും. വെറും പാറ്റല്ല, ഗോതമ്പ് പോലെ ഞാൻ അവനെ ഇന്ന് പാറ്റും. എടാ, നീ ആ യൂദയെ അങ്ങ് പാറ്റ്, ഓൾറെഡി നിന്റെ കയ്യിലാണല്ലോ. അല്ലെ, വെളിയിൽ 8 പേരുണ്ട്, അവരെ പാറ്റ്, നിനക്ക് ഇവനെ തന്നെ പാറ്റാൻ. അവരുടെ ഒന്നും കൈ താക്കോലില്ലല്ലോ. ഹലോ, താക്കോല് കയ്യിലില്ലാത്തവരെ ഞാൻ പോയി പാറ്റിട്ട് എന്നെ എടുക്കാനാ? എനിക്ക് പാറ്റേണ്ടത് നീ താക്കോലെടുത്തിനെ കൊടുത്തില്ല, ഞാൻ പണിയിപ്പിക്കുമെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അവനെയാ എനിക്ക് പാറ്റേണ്ടത്. അവൻ ഭൂമിയിൽ അടിച്ചാൽ സ്വർഗത്തിൽ അടിയും, ഭൂമി കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടുമെന്നൊക്കെ പറഞ്ഞില്ലേ? അവനെ എനിക്കിന്ന് പാറ്റണം. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ പ്രോഗ്രാം വെളിപ്പെട്ടപ്പോൾ മുതൽ മെറ്റോൻ പദ്ധതിയിട്ടു, നിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വിടത്തില്ലെന്ന്. ഇന്ന് രാത്രി മറ്റാർക്കുമില്ലാത്തൊരു പ്രതികൂലം നിനക്കുണ്ടെങ്കിൽ നീ ഓർത്തോണം, അനുഗമിച്ചു വരുന്ന ചില പോരുകളെ ഇന്ന് രാത്രി ജയിക്കാൻ സാധാരണ ആരാധന പോരാ, അല്ലെ പ്രാർത്ഥന പോരാ, ശക്തമായൊരു പ്രാർത്ഥന. ഉടമരാമസ്. Hallelujah! Praise the Lord! Praise the Lord! കർത്താവ് 3ാമതും പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തിയപ്പോൾ ഇവൻ 3ാമതും ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പ്രാർത്ഥന ടൈം തീർന്നു. കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിന് സമയമായി. കർത്താവ് വന്നപ്പോൾ പുള്ളി പിന്നെയും കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുക. കർത്താവ് പറഞ്ഞു, ഇനി ഉറങ്ങി ആസ്വദിച്ചോളാൻ പറഞ്ഞു. കാരണം 1-2 പ്രാവശ്യം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, കൂട്ടായ്മ വയ്ക്കുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ് നീ വന്നില്ലേ, പിന്നെ തമ്പുരാൻ പറയാ നീ ഉറങ്ങിക്കോളാൻ പറയും. ഹലോ, കർത്താവ് പറയുമ്പോൾ നീ ഇതൊക്കെ അങ്ങ് ചെയ്തോണം. രക്ഷിക്കപ്പെടാൻ പറഞ്ഞ് അങ്ങ് രക്ഷിക്കപ്പെട്ടോണം. സ്നാനപ്പെടാൻ പറഞ്ഞ് അങ്ങ് സ്നാനപ്പെട്ടോണം. തണുപ്പ് വെള്ളമാണ്, ഹീറ്റർ വെച്ച് ചൂടാക്കിയാണ് അവനെ മുക്കണം. ഹലോ, അങ്ങനെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അല്ലെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്താണോ പറയുന്നത് അത് നീ ഉടനെ അങ്ങ് അനുസരിച്ചോണം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, 3ാമതും പറഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, എഴുന്നേപ്പി പോകാമെന്ന് പറഞ്ഞു. അവർ സന്തോഷത്തോടെ പോയി യൂദാ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചുംബനം ചെയ്യുന്നു. പടയാളി വരുന്നു, കർത്താവിനെ പിടിക്കുന്നു. ഇവൻ വാൾ ഊരിയ ഒരൊറ്റ വെട്ടിയത് കാതേ കൊള്ളാനല്ല, കഴുത്ത് വെട്ടിയതാ. പക്ഷെ വാഗ്ദത്തം ചെയ്തവനും താക്കോല് കൊടുത്തവനും രാത്രി ഇവന് വേണ്ടി മുഴങ്കാലിരുന്നവനും അടുക്ക നിന്നതുകൊണ്ട് കഴുത്തെ കൊള്ളാനുള്ളത് കാതെ കൊണ്ട് മാറിയതാ. ഹലോ, നമ്മൾ പറഞ്ഞില്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വന്നാന്ന്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ വന്നോരാ.
നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വന്നു ചേരാൻ ഒരു സാധ്യതയില്ലാഞ്ഞിട്ടും തലനാരിഴയ്ക്ക് നിന്റെ PCC പോലും തരത്തില്ലെന്ന്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് നാട്ടിൽ പറഞ്ഞിട്ടും അതില്ലാതെ പാസ്പോർട്ട് തന്ന് നിന്നെ വിട്ടേക്കേണ്ടത് ഇന്ന് രാത്രി തലനാരിഴയ്ക്ക് എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷ കണ്ണേ കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ട് മാറ്റി നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കായിട്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നീ ഇന്ന് രാത്രി ഉണ്ട്. ഈ നമ്മൾ ദൂതൊക്കെ മറന്നാലും പിശാച് മറക്കത്തില്ല ദൂത്. ഈ പറയുന്ന എല്ലാം അവൻ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കേൾക്കും, മറ്റവൻ അല്ലാതെ കേട്ടോണ്ടിരിക്കുക. തെളിവ് ഞാൻ പറയാം. ഈ ദാവീദ് തൻ്റെ കഷ്ടതയിൽ ഇഷ്ടം പോലെ കർത്താവിൻ്റെ ആലയം പണിയാൻ വേണ്ടി സമാഹരിച്ചു. വെള്ളിയും പൊന്നും താമ്രവും ഇരുമ്പും കല്ലും എല്ലാം ഇഷ്ടം പോലെ പുള്ളി സമാഹരിച്ചു വെച്ചു. ഇപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു ആഗ്രഹം, ദൈവത്തിൻ്റെ പെട്ടകം ഇങ്ങനെ വെളിയിലിരുന്നാലൊക്കത്തില്ല, ഒരാലയം പണിയണം. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി നാഥാനെ വിളിപ്പിച്ചു പറഞ്ഞു, നാഥാനെ ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഒരു ആലയം പണിയാനൊക്കെ ആഗ്രഹിച്ചിരിക്കുക. ഞാൻ പുൽപ്പുറത്ത് കിടന്ന് കാട്ടി കിടന്ന എന്നെ വിളിച്ച് രാജാവൊക്കെ ആക്കി, എനിക്ക് നല്ല കൊട്ടാരമൊക്കെ തന്നു. അതുകൊണ്ട് തമ്പുരാൻ്റെ പെട്ടകം ഇങ്ങനെ വഴി കിടക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്കൊരു നല്ല പള്ളി പണിയണം. അതിനെക്കുറിച്ച് എന്തോ പറയുന്നു. ഉടനെ പ്രാർത്ഥിക്കാതെ തന്നെ ഇവിടെ ദൂത് പറഞ്ഞു. ഹലോ, പ്രാർത്ഥിക്കാതെ ദൂത് പറയല്ലേ. പുള്ളി പറഞ്ഞു, നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെ മനസ്സിൽ വരുന്നതൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. സ്തോത്രം. പുള്ളിക്കാരൻ ഒരു രാജാവല്ലേ, ഒരു കൈമടൊക്കെ കൊടുത്ത് സ്വോത്രകാഴ്ചയും കൊടുത്ത് നല്ല ഊണും കൊടുത്ത് ഇറക്കി വിട്ടു. മുറ്റത്തിൽ തന്നെ നാഥാണ്ട് ചോദിച്ചു, നാഥാനെ നീ അവൻ്റെ കൈയെ നോക്കിയാണോ ദൂത് പറഞ്ഞ അതോ പോക്കറ്റ് നോക്കിയാണോ എന്ന് ചോദിച്ചു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നീ അവൻ്റെ കൈവെള്ളം സൂക്ഷിച്ച് നോക്കിയായിരുന്നു, അവൻ്റെ കയ്യെ മുഴുവൻ രക്തക്കറയാണ്. ആ കൈ കൊണ്ട് പണിയുന്ന പള്ളിക്കകത്ത് ഞാൻ താമസിക്കുന്നതാണോ നീ ധരിച്ചേക്കുന്നേ? ഹലോ, അവനിപ്പോൾ ഇച്ചിരി കാശും പുത്തന് അധികാരമൊക്കെ ആയപ്പോഴത്തേനും അവന് പള്ളി പണിതുകൊണ്ട് ഞാൻ അതിൽ താമസിക്കുന്നതാണോ നീ വിചാരിച്ചേക്കുന്നത്? തിരിച്ച് ദൂത് പറയാൻ പറഞ്ഞു. പുള്ളി കയറി ചെന്ന് പറഞ്ഞു, ദാവീദേ, ഞാൻ മുമ്പേ പ്രാർത്ഥിക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവാത്മ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ടെന്ന്. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. നീ പണിയണ്ട, പക്ഷെ നിന്റെ ആഗ്രഹം നല്ലതാ, നിന്റെ കൊച്ചനെ കൊണ്ട് ഞാൻ പണിയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അല്ലേ പറഞ്ഞേ? നിങ്ങളെൻ്റെ അന്തരീക്ഷം മൊത്തം പോയല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിന്റെ കൊച്ചനെ കൊണ്ട് ഞാൻ പണിയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ആ പള്ളി പണി മാറ്റി വെച്ചു. അപ്പോൾ പിശാച് ഒരു ദൂത് കേട്ടു, കയ്യെ രക്തക്കറയുണ്ടെങ്കിൽ ആലയം പണിയിപ്പിക്കത്തില്ല. അപ്പം 6 ദിവസം മുമ്പേ ഫിലിപ്പിൻ്റെ കൈസരി വെച്ച് പറഞ്ഞ് ഇവനെ കൊണ്ട് ഞാൻ ആലയം ഞാൻ എൻ്റെ സഭ പണിയുമെന്ന. ഹലോ, അപ്പം ഈ വാൾ ഊരിച്ച് വെട്ടിച്ചെന്നറിയാമോ? പത്രോസിൻ്റെ കയ്യെ എന്തോ പറയണം? രക്തം പറയണം. രക്തം പറണ്ടാൽ പിന്നെ എന്ത് നടക്കത്തില്ല? സഭയുടെ പണി. മനസ്സിലാകുന്നുണ്ടോ? നീ വിചാരിക്കുന്ന റൂട്ടിൽ കൂടെ അല്ല അവൻ പണിയുന്നേ, നീ സ്വപ്നം കാണാത്ത മേഖലയിൽ കൂടെ അവൻ്റെ പണി വരുന്നേ. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞ ചുമ്മാ കൈകൊട്ടി അവസാനിപ്പിക്കാനല്ല, നീ സ്വപ്നം കാണാത്ത മണ്ഡലത്തിൽ കൂടെ നിന്നെ കുടുക്കാൻ അവൻ പരിപാടിയുമായിട്ട് വരും. അതിനെ ജയിക്കണമെങ്കിൽ നീ അഭിഷേകം പ്രാപിക്കണം, ആത്മാവിൻ്റെ. മനസ്സിലാകുന്നവർ നല്ലപോലെ കൈയടിച്ച് ആരാധിക്കണം. നിന്റെ ആത്മമണ്ഡലത്തെ തകർക്കാൻ, നിന്റെ ഭാവി വാഗ്ദത്തങ്ങളെ തടക്കാൻ, നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ, അണിയറയിൽ വ്യാപരിക്കുന്ന പോരുകളെ ജയിക്കണമെങ്കിൽ രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ രക്തത്താലെ ജയം. ദൂതല്ലേ ഏറ്റെടുത്തോണം കേട്ടോ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ കൈ അപ്പോഴതിന് കെട്ടിക്കഴിഞ്ഞു. ഈ കാതിവൻ വെട്ടിയപ്പെടുത്തതിന് കർത്താവിൻ്റെ കൈ എന്ത് ചെയ്തു? കെട്ടി. കർത്താവ് പറഞ്ഞു ഇത്രത്തോളം വിട്ടേന്ന് പറഞ്ഞു. ഇത്രത്തോളം വിട്ടേ എന്ന് പറഞ്ഞാൽ കെട്ട കൊണ്ട് പിടിപ്പിച്ചു വെച്ച് അന്നേരം ഈ ചെവി താഴോട്ട് പൊഴിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ നിലത്ത് വീഴുന്ന ചെവി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് വെച്ചു. ഒരു തുള്ളി രക്തം പൊടി അനുവദിച്ചില്ല. ഹലോ, സ്വതന്ത്രം പറഞ്ഞില്ല.
ഹല്ലേലൂയ. എടാ, കഴിഞ്ഞ രാത്രി 3 പ്രാവശ്യം ഞാൻ പറഞ്ഞ പരീക്ഷിക്കാൻ വരുന്നുണ്ട്, നീ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. നീ അന്നേരം ഒന്നുകൂടെ തലയിലോട്ട് വലിച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. നിന്നെ വല്ല വിധേനയും കുടുക്കിലാക്കാൻ, പത്രവാർത്തയാക്കാൻ, ടെലിവിഷൻ വാർത്തയാക്കാൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ചൂടാരാജ റീകമാന വൈഡാരമന ഹർത്താരമല ധൂടമരാജ. ഹല്ലേലൂയ. അന്ന് TV ചാനലോ പത്രവാർത്തക്കാരോ വല്ലതും ഉണ്ടെങ്കിൽ അവിടുത്തെ ഫ്രണ്ട് പേജിലെ ഹെഡിങ് എന്തായിരിക്കും എന്നറിയാമോ? പത്രോസ് ഒരു പട്ടാളക്കാരന്റെ കഴുത്തിന് വെട്ടി, കാതറുത്ത് താഴെ വീണു. സ്തോത്രം. ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമതലപ്പെടുത്തി അന്നേരം തന്നെ പുള്ളി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചു. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ഒരു പത്രവാർത്തയാക്കാൻ, നിന്നെ ഒരു ടെലിവിഷൻ ചാനലിൽ ചർച്ചയാക്കാൻ ഒക്കെ ഇടവരാതിരിക്കാനാ പറഞ്ഞ ഉണർന്ന് പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. അഭിഷേകമുള്ള നീ, ശുശ്രൂഷയുള്ള നീ, താക്കോല് കയ്യിലുള്ള നീ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞായിരുന്നു, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ. അങ്ങനെയാണെങ്കിൽ പത്രോസിലെ താക്കോൽ കൊണ്ട് ഈ കെട്ടുവേണേ അടിക്കാം. ആരുടെ കയ്യല്ലേ? യേശുവിൻ്റെ കയ്യല്ലേ? പക്ഷെ പുള്ളി താക്കോലല്ലേ എടുത്ത്. എന്താ എടുത്തേ? വാള്. കർത്താവ് എൻ്റെ കുഞ്ഞെ വാളെടുക്കുന്നവനെല്ലാം വാളാലേ പോവും. വാൾ ഉറയിലിടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പുള്ളിക്കാരന് അത് കഴിഞ്ഞ് ചെയ്ത പരിപാടിയൊന്നും പറയാൻ കൊള്ളത്തില്ല. തീ കായാൻ പോയിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ വിന്റർ സമയം കഴിഞ്ഞ് കാണും. ഹലോ, തീ കായാൻ പോയിരുന്നു. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കേണ്ടു തീ കായാൻ പോയിരുന്നു. തീ കായാൻ പോയിരുന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ആ സ്വരമൊക്കെ ഇട്ട് നീ ബന്ധിക്കോസിലായിരുന്നു തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. ബന്ധിക്കോസോ? അല്ല, യേശുവിൻ്റെ കൂടെ. യേശു? ഞാൻ അങ്ങനെ പേര് പോലും കേട്ടിട്ടില്ല. അല്ല, നീ ആ കൂടെ ഉണ്ട്. ഓ, ഈ മുടിഞ്ഞ കാലം കാരണം തീ കായാൻ പോലും ഒക്കത്തില്ല. പ്രാഗി. അങ്ങനെ എഴുതിയേക്കുന്നേ. പ്രാഗി. തലിമുടി പിച്ചി പറിച്ചു. പുരോഹിതന്റെ സ്ഥാനം പാനുള്ള എല്ലാ പണിയും ചെയ്തു. ഒരു പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെടുന്നവൻ മുടി പിച്ചി പറിക്കാൻ പാടില്ല, പ്രാകാൻ പാടില്ല, ആണയിടാൻ പാടില്ല. ഭൂമിയെ കൊണ്ടാകട്ടെ സ്വർഗത്തെ കൊണ്ടാകട്ടെ ആണയിടാൻ പാടില്ല. ഇവൻ ആണയിട്ടു. ഇവൻ പ്രാഗി. അതൊക്കെ പ്രസംഗിക്കാൻ പോയ സമയം പോകും. അവൻ ആണയിട്ടു, പ്രാഗി, പിന്നെ മുടി പിച്ചി പറിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ചെയ്തും വെച്ച് അവസാനം പിന്മാരത്തിനും പോയപ്പോൾ പുള്ളി 5-6 പേരെ കൊണ്ടാ പോയെ. സ്തോത്രം. ഞാൻ പോവാ, അതുകൊണ്ട് നീയും വരുന്നു പറഞ്ഞു. ഞങ്ങളെല്ലാം വരുവാന്ന് പറഞ്ഞു. അവരെല്ലാം കൂടെ കൊണ്ടുപോയി പുള്ളി പഴയ പണിക്ക് വേണ്ടി വലയെല്ലാം ശരിയാക്കി മീൻ പിടിക്കാൻ പോയി. കർത്താവ് രാവിലെ ഉയർത്തെഴുന്നേറ്റും വെച്ച് മറിയ വന്നിങ്ങനെ തോട്ടക്കാരനെന്ന് നിരൂപിച്ചു. തോട്ടക്കാരാ എന്ന് വിളിച്ചുകൊണ്ട് തൊടാന്ന് പറഞ്ഞു. എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്ക പോയിട്ടില്ല. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, അവിടെ കിടക്കുമല്ലായിരുന്നു. നേരെ ആ തലയെ കെട്ടി റൂമാല് ചുരുട്ടി തലക്കിലോട്ട് വെച്ചു. ദേഹത്തിയുറ്റ നിർമ്മലശീല ചുരുട്ടി കാക്കലോട്ട് വെച്ചു. എന്നിട്ട് കല്ലറയിൽ നിന്ന് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാളത്തിൽ അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെട്ട പർദീസിലിരുന്ന സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കളെ വാരിക്കൂട്ടി പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പാൻ വരുമ്പോഴാണ് മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയ തൊടാഞ്ഞെന്ന് പറഞ്ഞതിനെ തുടരുത്, നീ വേഗം ചെന്ന് എൻ്റെ സഹോദരന്മാരോട് പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റ്. പിന്നെ അഡീഷണൽ നമ്മുടെ ആ പത്രോസിനോടും പറഞ്ഞേര്. ഞാൻ അർത്ഥം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ താക്കോല് കൊടുത്തിട്ട് പോലും എന്നെ പ്രാഗി ആണയിട്ട് സ്തോത്രം പോയേക്കുന്ന അവനോട് പറഞ്ഞേര്, ഞാൻ കുഴിയിരിക്കുകയല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റ്. സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് കർത്താവ് നേരെ പിതാവിൻ്റെ അടുക്ക പോയി. പിതാവിൻ്റെ അടുക്ക പോയി അതുവരെയുള്ള യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ക്രൂശേ കിടന്ന കള്ളൻ വരെയുള്ള സകല പുള്ളികളുടെ ആത്മാക്കളെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വന്നു വെച്ച് നേരെ തിബിരിയാസിൻ്റെ കടയിൽ പോയിരിക്കുക.
കരയ്ക്ക് പോയി നല്ല ഒന്നാന്തരം മീനൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇവന്മാരെ മീൻ പിടിച്ചു കുഴയവ, ഒന്നും കിട്ടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. നാട്ടുകാരുടെ ധാരണ 6 വർഷമായിട്ട് അവൻ കാനഡയിലാണ്, എൻ്റെ കൊച്ചു കാനഡയിലാന്നൊക്കെ അപ്പൻ വലിയ ഗമേ പറയുന്നത്. പക്ഷേ പൈസ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് അയക്കുന്നില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പുള്ളിക്കാരൻ തുഴഞ്ഞു കുഴയവ, ഒന്നും കിട്ടുന്നില്ല. കർത്താവ് വിളിച്ചു, പിന്മാറ്റക്കാരാന്നല്ല വിളിച്ച കേട്ടോ. കർത്താവിന്റെ സ്നേഹം ഈ രാത്രി അറിയണം. കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? സ്തോത്രം. ഇപ്പൊ യേശുവിന്റെ ശബ്ദം പോലും ഇവൻ അറിയത്തില്ല. ഉടനെ മാർബിടം ചാരി യോഗന്നാൻ പറഞ്ഞു, എടാവുവേ അത് നമ്മുടെ കർത്താവ്. ആ സ്വരം കേട്ടിട്ട് ഉടനെ പത്രോസിന് മനസ്സിലായി. അന്നേരം പുള്ളിയുടെ നഗ്നത വെളിപ്പെട്ടത്. പുള്ളിയെടുത്ത് വെള്ളത്തിൽ ചാടി നീന്തി ഒരു പരുവത്തി കരക്കെത്തിയപ്പോൾ വയറ് നിറച്ച് ഒന്നാന്തരം ഫിഷ് മോളി കൊടുത്തു. നിങ്ങൾ മിണ്ടുന്നില്ല. നിറച്ചു നിന്നൊരു ഏമ്പൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ അടുക്കരുത് ചോദിച്ചു, കുഞ്ഞെ നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. രണ്ടാമതും ചോദിച്ചു, കുഞ്ഞാടുകളെ മേയ്ക്ക്. മൂന്നാമതും ചോദിക്കൽ അവൻ വാവിട്ട് പൊട്ടിക്കരഞ്ഞു. കർത്താവ് പറഞ്ഞു, താക്കോല് കൈ തന്നത് മീൻ കച്ചവടം ചെയ്യാനല്ല, റിയൽ എസ്റ്റേറ്റ് നടത്താനല്ല, വണ്ടിക്കച്ചവടവും വള്ളിക്കച്ചവടവും നടത്താനല്ല, വിസ കച്ചവടം ചെയ്യാനുമല്ല. താക്കോല് കൈ തന്നത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനാ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ശക്തമായ പ്ലാൻ ഉണ്ട്. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രൊജക്ട് നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിനുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന ഒരു വ്യക്തമായ പർപ്പസ് എന്റെ കർത്താവിന് എന്റെ അഭിഷേകത്തിന്റെ പുറകിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഇന്ന് രാത്രി ആ കരം ഉയർത്തി അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ വിളിയുടെ പുറകിൽ, നിന്റെ അഭിഷേകത്തിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹോ ഇന്ന് രാത്രി ചിലരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെട്ട് വരികയാ. നീ കഷ്ടത്തിലായതിന്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. നിന്നെയിട്ട് വട്ടം കറക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഇന്നത്തെ ദൈവത്തിന് സ്തോത്രം പറ, കർത്താവേ ഞാൻ കഷ്ടത്തിലായത് എനിക്കേറെ ഗുണമായി. നിന്റെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതിന്റെ പുറകിൽ ആത്മാവിന് പദ്ധതിയുണ്ട്. രാവിലെ നിനക്കൊരു ദൗത്യം കൈമാറാൻ പോകുകയാ, ഒരു ദൗത്യം കൈമാറാൻ പോകുകയാ. ആരോടൊക്കെ തൊട്ടു ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ഒരു ദൗത്യം ദൈവം ഏൽപ്പിക്കാൻ പോകുകയാ. ഞാൻ വേഗം നിർത്തട്ടെ. 11-ാം അധ്യായം 24 വായിച്ചേ. 11:24. ഇനി 13:2 വായിച്ചാട്ടെ. അടുത്ത വാക്യം. നോക്കി, അവിടെ എല്ലാം എടുത്തെടുത്ത് പറയുന്നത് സൂപ്രണ്ട് പറഞ്ഞു വിട്ടുന്നതാണോ? അല്ല. ഓവർസർ പറഞ്ഞു വിട്ടുന്നതാണോ? അല്ല. വോട്ടെടുപ്പിൽ കൂടെ ജയിച്ച പ്രസിഡന്റ് പറഞ്ഞു വിട്ടുന്നതാണോ? ഹലോ, ആരാ പറഞ്ഞു വിട്ടേ? എന്തിന്? വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. ബർണബാസ് എന്ന നല്ല സാക്ഷ്യമുള്ള മനുഷ്യനെയും മറ്റുള്ള പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിച്ചു. ആത്മാവ് അവരെ പറഞ്ഞയച്ചു. ആത്മാവ് അയച്ചിട്ടവർ സെലൂക്കിയിൽ ചെന്നു. ഹലോ, അപ്പൊ ഇവിടെ എല്ലാം മഹത്വമാർക്കാ പറഞ്ഞു തന്നെ? പരിശുദ്ധാത്മാവിനാ. മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർ കൊതിയുണ്ട്? ആത്മാവെന്നെ നിയോഗിച്ചാൽ, ആത്മാവെന്നെ പറഞ്ഞയച്ചാൽ, ആത്മാവ് അയക്കുന്നതിന് വേണ്ടി പോകാൻ തയ്യാറാണ് എത്ര പേർ തീരുമാനിക്കും? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതിൽ നിന്റെ ശാരീരിക ഘടനയൊന്നും ദൈവത്തിന് വിഷയമല്ല. നിന്റെ സാമ്പത്തിക സ്ഥിതിയും ദൈവത്തിന് വിഷയമല്ല. നിന്റെ വിദ്യാഭ്യാസം അത്രയും പോലും വിഷയമല്ല. നീ ആത്മാവിന് വിധേയപ്പെടാൻ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് സമർപ്പിച്ചേ. നിന്റെ കഴിവോ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ പേഴ്സണാലിറ്റിയോ ഒന്നും ദൈവത്തിന് വേണ്ട.
Praise the Lord. Praise the Lord. ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ വലിയ നിയോഗത്തിന്റെ കരം ആത്മാവ് വെക്കാൻ പോകാം. നിയോഗത്തിന്റെ കരം ചില പ്രത്യേകമായ സ്ഥലങ്ങളിലേക്ക്, ചില പ്രത്യേകമായ ദൂതുവാഹിയായിട്ട് അയക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവ് നിന്റെ മേൽ തന്നെങ്കിൽ, ചില പ്രത്യേക ഗൈഡൻസ് തന്ന് ചില മണ്ഡലങ്ങളിലേക്ക് ദൈവം നിന്നെ പറഞ്ഞയക്കുന്ന രാത്രിയാ. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച കർത്താവേ, ഒരു നിയോഗം ഇന്ന് രാത്രി, മൂന്നാമത്തെ രാത്രിയിൽ ഒരു നിയോഗം എന്നെ മേൽ തന്നാൽ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു വിവേചന ശക്തിയുള്ള ആത്മാവിനെ പ്രാപിച്ച് ദൈവ ശബ്ദ കേൾവിക്കായി നിന്റെ കാതുകൾ ഇതിനകത്ത് തുറന്നു വെക്കുമെങ്കിൽ സ്വർഗം നിന്നോട് ഇടപെടാൻ പോകുകയാ. ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത് പോലെ നിന്റെ പേര് പറഞ്ഞ് അനന്യാസിനെ വിളിച്ച് ശൗലിന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ അയച്ചതുപോലെ, ബർന്നബാസിനെ വേലയ്ക്ക് അയച്ചതുപോലെ, ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ കൈവച്ച് ദൈവം ചില നിയോഗങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. തകർന്ന ചില മണ്ഡലങ്ങളെ പണിയുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അകത്ത് കരയുന്ന ചിലരെ ഞാൻ കാണുന്നുണ്ട്. അകത്തളങ്ങളിൽ കരയുന്ന ചിലരെ പുറമേ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനോടൊന്ന് ഏറ്റു പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിന്റെ ഹിതം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവഹിതത്തിനായിട്ട് ഇന്ന് രാത്രിയിൽ എന്നെ സമ്പൂർണമായി ഏൽപ്പിക്കുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാൻ കഴിവുള്ളവരായി ഇന്ന് രാത്രി മാറുവാൻ നിന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവന് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ അദൃശ്യമായ ശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ. ചൂടാമന ജഗരാജഗത രൗഡമനാധര വക്ഷസൈഡരെ ദുടകൽക്കമന. ഇന്ന് രാത്രി നിയോഗം നിന്റെ മേൽ വരട്ടെ. ഹല്ലേലൂയ. പൗലോസിനെ ഉപയോഗിച്ച ദൈവം, പത്രോസിനെ ഉപയോഗിച്ച ദൈവം, സീലാസിനെ ഉപയോഗിച്ച ദൈവം, അർത്തമിസിനെ വെട്ടാൻ തീമത്യോസിന്റെ മേൽ കൃപ പകർന്ന ദൈവം. ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങളെ ജയിക്കുവാൻ ഭക്തന്മാരുടെ മേൽ അഭിഷേകം പകർന്ന ദൈവം ഇന്ന് രാത്രി നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുകയാണ്. തീത്തോസിന്റെ മേൽ പകർന്ന, തീമത്യോസിന്റെ മേൽ പകർന്ന, ശീലാസിന്റെ മേൽ പകർന്ന, എപ്പിപ്രായോസിന്റെ മേൽ പകർന്ന ആ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. പേര് ചൊല്ലി ചെറിയ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യാൻ പോകുക. കൃപ ചൂടാര മാനാജാല വൈഡാമാന അർത്ഥാരഗത രൗഡാരിമനെ ജഗലാരഗത റീപരാജ വൈഡമനാജ ഓരിബലംധര ജാലകരഗതര ഭക്ഷകജാനക ദീപപരാധുര വൈഡകരിബലപരഗലേരഗനെ ശബ്ദവേല രൗഡാര ഇന്ന് രാത്രി അഴിയട്ട് ചില പോരുകൾ, അഭിഷേകത്തിന്റെ അല്ലെ ശക്തമായ മുന്നേറ്റത്തെ തടയുന്ന എല്ലാ പോരുകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാ. ജയം 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 ജയം. പുത്തൻ അഭിഷേകം, പുത്തൻ ദൈവശക്തി, പുത്തൻ ദൈവകൃപ ഇന്ന് രാത്രി എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. ഒരാളുമല്ല, എല്ലാവരുടെ മേലും ജയം 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 ജയം. പ്രവാചകിമാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ദർശനമുള്ളവർ എഴുന്നേൽക്കട്ടെ, രോഗശാന്തി വരമുള്ളവർ എഴുന്നേൽക്കട്ടെ, വെളിപ്പാടുള്ളവർ എഴുന്നേൽക്കട്ടെ, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവർ എഴുന്നേൽക്കട്ടെ. ചൂടബല ബല 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 രഗമന ബല ബല രൗഡ ബല ബല ബധിര ബല ബല ബസ് അർത്ഥമനതരജലാരക നാമു തുറന്ന് അന്തരം തുറന്ന് അഭിഷേകം അന്യഭാഷയോട് ആദ്യ നൂറ്റാണ്ടിലെ പോലെ ദൈവശക്തി ഇന്ന് രാത്രി ഈ ആലയത്തിൽ ഇറങ്ങട്ടെ. ചുടബല ബലബല ബലബല ഭൗഷബല ആദര
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂതങ്ങളുടെ മേൽ അധികാരം, രോഗങ്ങളുടെ മേൽ അധികാരം, ശാപങ്ങളുടെ മേൽ അധികാരം ഈ രാത്രി നിന്റെ പക്കൽ ദൈവം ഏൽപ്പിക്കുകയാ. യെസ്. എല്ലാവരും ഒരുമിച്ച് കരമടിച്ച് ആത്മാവിൽ ആരാധിക്കട്ടെ. എല്ലാവരും അഭിഷേകത്തോട് അന്യഭാഷയിൽ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഓ ജയം. ഹല്ലേലൂയ. എല്ലാവരും എല്ലാവരും ചുടബലബലബലബശ്. ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. യെസ് യെസ്. ഓ വിട്ടുകൊടുത്ത് ആരാധിക്കാം, വിട്ടുകൊടുത്ത് ആരാധിക്കാം. യെസ്. ശരീരമൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക, ശരീരമൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാ. നിന്റെ തകർന്ന ഹൃദയം ദൈവം കാണുകയാ, നിന്റെ കണ്ണുനീര് ദൈവം കാണുകയാ, നിന്റെ മനസ്സിന്റെ ആഗ്രഹം ദൈവം അറിയുകയാ. ഓ രക്തം ജയം, രക്തം ജയം. ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. ഈ രാത്രി ദൈവാത്മാവ് ചില നിറച്ചുകൊണ്ടിരിക്കുകയാ. ഒരു കവിഞ്ഞൊഴുക്കിലേക്ക്, ഒരു കവിഞ്ഞൊഴുക്കിലേക്ക്, ഒരു കവിഞ്ഞൊഴുക്കിലേക്ക്. ഹല്ലേലൂയ. ഉടാരാബാബ ശംദരാധര വൈഡാരമന റികൽക്കനാധര അർത്ഥുമനാധര വക്ഷജാനക റീബബലബരബ ശംദര ജുഡബരമനക ഷൈഡരേധരാജന. യേശുവിന്റെ നാമത്തിൽ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. അടക്കി വെക്കാതെ, ഒതുക്കി വെക്കാതെ ഇന്ന് രാത്രി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാദം പോലെ, പുരുഷാരത്തിന്റെ ഘോഷം പോലെ. ഓ ജയം 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 ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം. ശൂന്യതകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ, പാഴികൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉഡബാരബല രഗനാരഗത വൈഡേദിബലെ അർത്ഥേമനഗ വക്ഷരജാല ജൂഡകരഗത വൈഡവരന്ത അർത്ഥുരജാല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തീത്തോസിന് ധന്യനായ പൗലോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യം കൂടെ. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ, എല്ലാവരും കേട്ടോ, നമ്മുടെ മേൽ, എല്ലാവരും പറഞ്ഞ പദം, ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും. ഇന്ന് രാത്രി നവീകരിക്കുന്ന ഒരാത്മശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ ധാരാളമായി പകരാൻ പോകുകയാണ്.
ഈ ശക്തി പ്രാപിച്ച പൗലോസ് ഒരിക്കലേ ആശ്ചര്യപ്പെട്ട് ഈ വാ പൊളിച്ചു പോയി കേട്ടോ. സ്വതന്ത്രം. നമ്മൾ ആദ്യമായിട്ടൊരു അപൂർവ കാഴ്ച കാണുമ്പോൾ ആ കാഴ്ച കണ്ടറിയാതെ ഹാ എന്ന് വെക്കുന്ന പോലെ പൗലോസ് ഹാ എന്ന് വെച്ചൊരു സംഭവമുണ്ട്. സ്തോത്രം. റോമാലേഖനം 11:33 വായിക്കുമ്പോൾ ഹാ ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ് എന്നിവയുടെ ആഴമേ. എന്തോ പദപ്രയോഗമാ. സ്തോത്രം. ഹാ ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ് എന്നിവയുടെ ആഴമേ. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവന്റെ വഴികൾ എത്ര അഗോചരം. വായിച്ചേ. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാര്? അവന് മന്ത്രിയായിരുന്നവനാര്? അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിയവൻ ആര്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. ഹോ, എനിക്ക് അവിടെ നിന്ന് ശുശ്രൂഷിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ നമുക്ക് നാളെ ജോലിയുണ്ട്. ഞാൻ നിർത്തുക. പക്ഷേ ഈ വചനമൊക്കെ നിങ്ങൾ ധ്യാനിക്കണം. ശക്തനായ ദൈവദാസന ബോവസ് രൂത്തിനോട് പറഞ്ഞ പോലെ നിങ്ങൾ വന്നിരിക്കുന്ന വയല്, പ്രൈസ് ദി ലോർഡ്, മറ്റൊരു വയലിലും പോകണ്ട, പുറകെ നടന്ന് പറക്കിയാൽ മതി. സ്തോത്രം. എത്ര പേര് തയ്യാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം, അവന്റെ വഴികൾ എത്ര അഗോചരം. അവന്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നിട്ട് അവനൊരു ഉപദേശം പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണോ? വേണ്ട. ഇന്ന് രാത്രിയിൽ അവന്റെ മനസ്സാണ് നിന്റെ ഉയർച്ച. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ മനസ്സ്, PC ചെറിയാനെന്ന് പറയുന്ന പഴയ തെള്ളി രാജുവിനെ ആരെങ്കിലും പിച്ചാത്തിമോനെ കയറ്റി ഇവിടുത്തെ കപ്പയ്ക്ക് എല്ലുപൊടിയാക്കാനായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സ് 2022 സെപ്റ്റംബർ മാസം 10-ാം തീയതി രാത്രിയിൽ കാനഡയിൽ നിങ്ങളോട് പ്രസംഗിപ്പിക്കാനാ. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ ആര്? പിശാച് പലതും കണക്ക് കൂട്ടും, എല്ലാം പൊളിയും. ആത്മാവ് നിന്റെ മേൽ വന്നാൽ പിന്നെ നടത്തുന്നത് മുഴുവൻ ആത്മാവാ. ചില അഗോചരമായ വഴികൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ടെങ്കിൽ ചില പ്രതിസന്ധികൾ ഒരു വഴി വെളിപ്പെടാനാ, ചില പ്രതികൂലങ്ങൾ ഒരു വഴി വെളിപ്പെടാനാ. ഇന്ന് രാത്രി നീ പറ, സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുകയാ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണല്ലോ. ഇന്ന് രാത്രി അവനെ മനസ്സറിഞ്ഞ് അവനെ ഒന്ന് ആരാധിക്കാൻ, ദൈവമേ നിന്റെ ഹിതത്തിനായി സമ്പൂർണമായിട്ട് എന്നെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നേൽപ്പിച്ചു കൊടുത്തേ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അതെ, ദൈവാത്മാവിന്റെ പൂർണ്ണമായ ഒരു പകർച്ചയ്ക്കായി ഇന്ന് രാത്രി എന്നെ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുകയാണ്.